അപ്പോൾ ഈ കുല്ലിംറിഇം മിൻഹും മക്തസബ മിനൽ ഇസ്മ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഒരാരോപണം. ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ കറുത്ത പോസ്റ്ററുകൾ പൊങ്ങും ചില ഘട്ടങ്ങളിൽ. അതാർക്ക് നേരെയും ആകാം, എപ്പോഴും ആകാം, ആരും ആകാം ഗൂഢതന്ത്രം മെനഞ്ഞെടുക്കുന്നത്. ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള ഗൂഢമായ നീക്കങ്ങൾ നടത്തുകയോ ആസൂത്രണങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ കരുതിക്കോ, ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ ഫലമുണ്ടാകും. അവരൊരു 4 ആൾ കൂടിയിട്ട് മുഷാവറ ചെയ്തിട്ടാണ് ഇത് ഉണ്ടായത്. എന്നാൽ അതിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി, ഇങ്ങനെ ഒരു വെട്ട് നമുക്ക് വെച്ച് നോക്കാം, അതിൽ വീഴോ നോക്കുക എന്ന് ഒരാളെ തലേന്നായിരിക്കും ആദ്യം വരുന്നത്. ഇനിയിപ്പോൾ ഏതായാലും ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. അവസാനം നമ്മൾ വളരെ വൃത്തികെട്ട ഒരു ആരോപണവും ഉന്നയിക്കാം. എന്നിട്ട് അത് ഒരാളെ തലേന്ന് ആദ്യം വരിക. അതാണ് വല്ലദീ തവല്ല കിബ്റഹു എന്ന് പറഞ്ഞ ആള്. അതിന് പറയുന്നുണ്ട്, അതിന് മുഖ്യ പങ്ക് വഹിച്ചവൻ അള്ളാഹ് വെറുതെ വിടൂല. മറ്റുള്ളവർക്കൊക്കെ അവരുടെ പാകത്തിന് ആനുപാതം അനുസരിച്ച് എല്ലാവർക്കും കിട്ടും ശിക്ഷ. എന്നിട്ട് ഇവന് അള്ളാഹു എടുക്കാൻ മാത്രം കൊടുക്കും. ഇവരുടേതിൻ്റെതൊക്കെ ഇരട്ടിയായിട്ട് ഡബിളായിട്ട്. കഴിഞ്ഞ കൊല്ലം നമ്മൾ യാസീൻ സൂറയിൽ പറഞ്ഞതാണ്, കരുതണം, നാം അറിയാതെ നിക്ഷേപം വർദ്ധിക്കും. ഒരു സംഗതിക്ക് നേതൃത്വം നൽകുമ്പോൾ നമ്മളറിയാതെ നിക്ഷേപം വർദ്ധിക്കും. തിന്മയുടെ നിക്ഷേപമോ ശിക്ഷയുടെ നിക്ഷേപം നമ്മളറിയാതെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പം നല്ലതിന് മാത്രമേ നേതൃത്വം കൊടുക്കാവൂ, എന്നാൽ നന്മയുടെ നിക്ഷേപവും പ്രതിഫലത്തിൻ്റെ നിക്ഷേപവും വർദ്ധിക്കും. അല്ലെങ്കിൽ തിന്മയുടെ ശിക്ഷയുടെ പ്രതിഫലവും വർദ്ധിക്കും. ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സംഗതി എഴുന്നള്ളിക്കാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? പ്രസംഗിച്ചോൽക്കും മാത്രം കിട്ടും, പത്രത്തിൽ എഴുതിയവർക്ക് എഴുതിയതിന് മാത്രം കിട്ടും, അത് വായിച്ചിങ്ങനെ ചിരിക്കേ ചെയ്തിട്ടുള്ളൂ അവൻ അതുള്ളത് കിട്ടും, അതൊന്നും കൂടെ കൊഴുപ്പ് കൂട്ടി പറഞ്ഞവൻ അതിനുള്ളത് കിട്ടും, ഇതാരാണോ അതിൻ്റെ DTP വർക്ക് ചെയ്തത് അവൻ അതുള്ളത് കിട്ടും. രാത്രി കൊണ്ടുവന്ന് ഇത്തരം തന്തയില്ലാ പോസ്റ്ററുകൾ രാത്രിയിൽ പതിക്കുന്നവൻ, അഡ്രസ്സില്ലാത്ത പോസ്റ്റർ പതിക്കാൻ വെളിച്ചത്ത് വരില്ല. ഇരുട്ടത്തുള്ള മുഴുവൻ പരിപാടികളെയും വിമർശിക്കലാണ് സൂറത്തുന്നൂറിൻ്റെ ധർമ്മം. വെളിച്ചത്ത് വരൂല ഇത്തരം കക്ഷികൾ, ഇരുട്ടത്തേ വരുള്ളൂ. അപ്പോൾ ഇത്തരം കക്ഷികൾ ആരാ പതുക്കെ ടോർച്ച് തെളിയിച്ചു കൊടുത്തത്? ഒട്ടിച്ചടാ എന്ന് പറഞ്ഞ് ഇപ്പം ഒട്ടിച്ചിട്ടൊന്നുമില്ല. ആരാ മൈദ കുഴച്ചു കൊടുത്തത്? ഓന് കുഴച്ചതിനും മാത്രം, ഒട്ടിച്ചവനും മാത്രമോ, ലൈറ്റ് തെളിയിച്ചു കൊടുത്തവൻ അതിനും മാത്രമോ, ഇത് ഓരോ യൂണിറ്റുകളിലേക്കും വിതരണം ചെയ്തവൻ അതിനു മാത്രമോ, അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതൊക്കെ ഒരു ഹെഡ് ഓഫീസിൽ നിന്നായിരിക്കും യഥാർത്ഥത്തിൽ ഈ തന്ത്രം മെനയുന്നത്. അവരാണ് വല്ലദീ തവല്ലാ കിബ്റഹു. ഞാൻ അത് പറയാം. വല്ലദീ തവല്ലാ കിബ്റഹു, ഇതിന് മുഖ്യ പങ്ക് വഹിച്ചവരാരൊക്കെയുണ്ടോ ആ പങ്ക് വഹിച്ചവർ, അന്ന് ഇതിൽ പങ്കെടുത്ത ആളുകൾ അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഉണ്ടായിരുന്നു, സയ്യിദ് ഇബ്നു റിഫാഅത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും മുനാഫിക്കീങ്ങളാണ്. ഈ മുനാഫിക്കീങ്ങളുടെ ശക്തമായ ആരോപണങ്ങൾ അതിങ്ങനെ കൊഴുപ്പ് കൂട്ടി അവതരിപ്പിച്ച് പാവപ്പെട്ട സാധുക്കളായ ആളുകൾ കാറ്റടിക്കാതെ ഇളകുമോ എന്ന് ചോദിക്കുന്നവർ അവർ സാധുക്കളാ. നമ്മൾ സാധാരണ പറയാറുണ്ട് സാധു ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് സത്യം തന്നെയല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആദരിക്കപ്പെടുന്ന രൂപവും കോലുള്ള ഒരാൾ ഇങ്ങനെ പറയാ? അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളൊക്കെ അത് പറയോ? ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത ഇതൊക്കെ ഇങ്ങനെ വരും ആരില്? ഈമാനിന് വേണ്ടത്ര ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവം അറിയാത്തവർക്ക്. എന്നാൽ അന്ന് വരുന്നത് പാവപ്പെട്ട മുഅ്മിനീങ്ങളിൽ ചിലരതിൽ കുടുങ്ങിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്ന അന്ന് വ്യഭിചാരാരോപണം തെറ്റാണ് എന്ന് നിയമം വന്നിട്ടില്ല. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഇന്നിനി അതിന് ചാൻസ് ഇല്ല. വ്യഭിചാരാരോപണം 4 സാക്ഷികളുണ്ടെങ്കിലേ പറയാവൂ എന്ന് ഏതൊരാൾക്കും അറിയാം. അറിയുന്നയാളത് പറഞ്ഞുകൂടാ. അറിയാത്തവൻ എനിക്ക് അറിയില്ലായിരുന്നു എന്നും പറയാൻ പറ്റില്ല. കാരണം അവൻ്റെ ചുറ്റുവട്ടത്തിൽ പണ്ഡിതന്മാരുണ്ടെങ്കിൽ ചോദിച്ച് പഠിക്കണം. ആ പണ്ഡിതൻ അവൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു കൊടുക്കണം എന്നില്ല. മറിച്ച് ആ പണ്ഡിതൻ്റെ അടുത്ത് ചെന്ന് അന്വേഷിക്കണം. ഇതിൻ്റെ കടുപ്പം എത്രയുണ്ട്? പഠിക്കാൻ സൗകര്യമുള്ള കാലഘട്ടത്തിൽ ചിലരൊക്കെ സാധാരണക്കാർ പറയാറുണ്ടായിരുന്നു, ഉസ്താദേ ഒന്നും പഠിച്ചിട്ടില്ല, അപ്പം നമുക്ക് ഏതായാലും ആ കുറ്റത്തൊന്നും ഒഴിവാകാന്നില്ല. പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ അവന് ആലിമിൻ്റെ സ്ഥാനം തന്നെയാണ്, പഠിച്ചവൻ്റെ സ്ഥാനം തന്നെയാണ്. പഠിച്ചവൻ പ്രവർത്തിക്കാത്ത അതേ സ്ഥാനം തന്നെയാണ് ഉണ്ടാവുക എന്ന ഗൗരവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും, ഈ ടീമിൽ നിന്ന് ഇതിന് മുഖ്യ പങ്ക് വഹിച്ചവനില്ലേ, ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തവൻ, ലഹു അദാബുൻ അദീം, അവന് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇവിടെ വെച്ച് ഹദ് അടിച്ച, ഇവിടെ വെച്ച ശിക്ഷാ നിയമവും നടപടിയും നടപ്പിലാക്കിയിട്ട് അതിൽ മാത്രം തീർക്കൂല. നാളെ ജഹന്നമെന്ന നരകം,
കത്തിജ്വലിക്കുന്ന നരകം അവനെ ശിക്ഷിക്കാൻ വേണ്ടി റെഡിയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാക്കുമാറാവട്ടെ. ഇത്തരം വേണ്ടാത്തരത്തിന് മുന്നിൽ നിൽക്കുന്നതിനെ തൊട്ടും അതിന് ഓശാന പാടുന്നതിനെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ നാക്ക് അള്ളാഹു പരിശുദ്ധമാക്കി തരട്ടെ. ഞാൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ നല്ലോണം കരുതിക്കോ. വെറുതെ ഒരു സഹോദരി വേറൊരാളോട് ചിരിക്കുന്നത് കണ്ടാൽ അപ്പോഴേക്ക് വ്യഭിചാരോപണം ഉന്നയിക്കണ്ട. അവനും അവളും അങ്ങനെയാണ് എന്ന് പറയാൻ പോകണ്ട. അത് ബുദ്ധിമുട്ടാണ്. തറപ്പിച്ചുറപ്പിച്ച് പറയാൻ പോകണ്ട. പറയണമെങ്കിലുള്ള കണ്ടീഷൻ ഇന്നലെ കേട്ടു. എന്നാൽ ചിലപ്പോൾ ഈ നിയമത്തിൻ്റെ പഴുതിലൂടെ കുറേ ആളുകൾ രക്ഷപ്പെടുന്നുണ്ടായിരിക്കും. ഇന്നലെ പറഞ്ഞതുപോലെ അവർ രക്ഷപ്പെടട്ടെ. നമുക്ക് നമ്മുടെ രക്ഷ തകർത്തുകൊണ്ട് അവരെ കെണിക്കണമെന്നൊരു ഉദ്ദേശമില്ല. അതുകൊണ്ട് ആ ഉദ്ദേശം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടണമല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. ഇനി ഖുർആൻ തുടർന്നായത്തിൽ ചോദിക്കുന്നു, ലൗലാ ഇദ് സമിഅ്തുമൂഹു, എന്തേ മുഅ്മിനീങ്ങളെ നിങ്ങൾ ആ കള്ളവാർത്ത കേട്ടപ്പോൾ, ലൗലാ ഇദ് സമിഅ്തുമൂഹു ലന്ന, എന്തുകൊണ്ട് ആ കള്ളവാർത്ത കേട്ടപ്പോൾ ധരിച്ചില്ല? അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത്, വിശ്വാസികളും വിശ്വാസിനികളും ആ കള്ളവാർത്ത കൊഴുപ്പ് കൂട്ടി അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് വിചാരിച്ചില്ല? ബിഅൻഫുസിഹിം, നിങ്ങളെപ്പോലത്തെ മുഅ്മിനീങ്ങളെ പറ്റിയല്ലേ ഈ പറയുന്നത്? നിങ്ങളുടെ സുഹൃത്തുക്കളെ കുറിച്ച് ഇത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾ ഖൈറ, നല്ലത് കരുതിയില്ല? നിങ്ങളാണെങ്കിൽ ആ തെറ്റ് ചെയ്യോ എന്ന് ചിന്തിക്കുക. ചെയ്യൂല, എന്നാ പിന്നെ അവനും ചെയ്യൂല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. മുഅ്മിനീങ്ങൾ ബുന്നൂബിൽ മുഅ്മിനീന ഖൈറാ, സദഖ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുഅ്മിനീങ്ങളെ കൊണ്ട് നിങ്ങൾ നല്ലത് മാത്രമേ ഭാവിക്കാവൂ. തെറ്റായ ധാരണകൾ മുഅ്മിനീങ്ങളെ പറ്റി വെച്ച് പുലർത്തരുത്. മുഅ്മിനീങ്ങളെ പറ്റി നല്ല ധാരണ മാത്രമേ നിങ്ങൾ പുലർത്താവൂ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും വിശ്വാസികളും വിശ്വാസിനികളും അവരെ പോലത്തെ കൂട്ടുകാരെ പറ്റി മോശപ്പെട്ട അഭിപ്രായം കേൾക്കുമ്പോൾ എന്തുകൊണ്ട് അവരെക്കുറിച്ച് ഖൈറ് ചിന്തിച്ചില്ല? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. വഖാലു, എന്തുകൊണ്ട് അവർ പറഞ്ഞില്ല? ഹാദാ ഇഫ്കും മുബീൻ, പടച്ചോനെ ഇത് പച്ച നുണയാണ്. അങ്ങനെയല്ലേ പറയേണ്ടത്. കേൾക്കുമ്പോഴേക്ക് മുഅ്മിനീങ്ങളെ പറ്റി നല്ല അഭിപ്രായോ ഹൃദയത്തിൽ കരുതുകയും ഹാദാ ഇഫ്കും മുബീൻ, ഇത് വ്യക്തമായും പച്ച കള്ളമാണ് റബ്ബേ എന്ന് പറയുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹാ, ഉമ്മു അയ്യൂബ് റളിയല്ലാഹു അൻഹാ, അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, അയ്യൂബ് എന്നുള്ള കുട്ടിയുണ്ടതുകൊണ്ടാണ് ഭാര്യക്കും ഭർത്താവിനും അങ്ങനെ ഓമനപ്പേര് വന്നത് ഉമ്മു അയ്യൂബ്, അബു അയ്യൂബ്. അബു അയ്യൂബ് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മു അയ്യൂബ് തൻ്റെ ഭാര്യയാണ്. ഉമ്മു അയ്യൂബ് അബു അയ്യൂബിനോട് ചോദിച്ചു, അല്ല പിന്നെ നിങ്ങൾ കേട്ടോ, അമാ സമീഅത മാ യഖൂലു നാസു, ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് ഈ സംഗതി ഇങ്ങനെ ചൂടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദിച്ചു, എന്ത് ജനങ്ങൾ എന്ത് പറയുന്നത്? ഫി ആയിഷ, ഉമ്മുൽ മോമിനീൻ ആയിഷ ബീവിയെ പറ്റി ജനങ്ങൾ പറയുന്ന ഒച്ചപ്പാട് വല്ലതും കേട്ടോ? നാട്ടിലെ ഒച്ചപ്പാട് വല്ലതും കേട്ടോ? ആരോടാ ചോദിക്കുന്നത്? ഭർത്താവിനോട്. ഉടനെ തന്നെ അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ, അതെ അതെ, കേട്ടു. വദാലിക്കൽ കദിബ്, അത് പച്ച കള്ളമാണ്. അഫകുന്തി യാ ഉമ്മ അയ്യൂബ് ഫായിലതൻ ദാലിക്, ഉമ്മ അയ്യൂബെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ പോസ്റ്റിൽ നീയാണെങ്കിൽ നീ സഫ്വാന്റെ കൂടെ വ്യഭിചരിക്കുമായിരുന്നോ? നല്ലൊരു ചോദ്യമാണ്. ഉമ്മ അയ്യൂബിനോട് ചോദിച്ചു, ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കട്ടെ, ആ പോസ്റ്റിൽ നീയാണെങ്കിൽ സഫ്വാന്റെ കൂടെ നീയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമോ? അപ്പോൾ ഉമ്മു അയ്യൂബ് അബു അയ്യൂബിനോട് പറഞ്ഞു, അതെങ്ങനെയാ സംഭവിക്കുക? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, അബു അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയല്ലേ ഞാൻ. എന്നിൽ നിന്നൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിങ്ങളെ ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് അബു അയ്യൂബ് മറുപടി കൊടുക്കുന്നത് കണ്ടോ നിങ്ങൾ? അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നു, വല്ലാഹി ഫആയിഷതു ഖൈറും മിൻകി വസഫ്വാനു ഖൈറും മിന്നീ. എന്നാൽ പടച്ച റബ്ബാണേ സത്യം, ആയിഷ നിന്നെക്കാൾ ഉത്തമയാണ്. ഫആയിഷതു ഖൈറും മിൻകി വസഫ്വാനു ഖൈറും മിന്നി, സഫ്വാൻ എന്നെക്കാൾ നല്ലവനാണ്. എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ ഉമ്മ അയ്യൂബ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ? അതുകൊണ്ട് വേഗം തൗബ ചെയ്യ്, ഇസ്തിഗ്ഫാർ ചൊല്ല്. ബഹുമാനപ്പെട്ട അബൂ അയ്യൂബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉമ്മു അയ്യൂബിനെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിച്ചു, അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറയിപ്പിച്ച തൗബ ചെയ്യിപ്പിക്കുന്നു ബഹുമാനപ്പെട്ടവര്. ഉമ്മ അയ്യൂബ് പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടോന്ന് ചോദിച്ചിട്ടുള്ളൂ.
അപ്പോഴേക്ക് അതിലിടപെട്ടു. ലൗലാ ഇദ് സമിഅ്തുമൂഹു ദന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറാ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. ഇനി അതാ പറയുന്നു, ലൗലാ ജാഊ അലൈഹി, എന്തുകൊണ്ടവരതിന് കൊണ്ടുവന്നില്ല? കള്ളവാർത്ത എഴുന്നള്ളിച്ചാ പോരല്ലോ, ഈ കള്ളവാർത്ത സ്ഥിരീകരിക്കാൻ എന്തുകൊണ്ടവർ കൊണ്ടുവന്നില്ല? ബി അർബഅതി ശുഹദാ, 4 ദൃക്സാക്ഷികളെ എന്തേ കൊണ്ടുവരാതിരുന്നത്? എന്താ ഞാൻ പറഞ്ഞത്? ഇതൊക്കെ പറയുമ്പോൾ ഈ ആയത്തൊക്കെ ഓതുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ ഇതൊക്കെ ഇപ്പം ഇന്നലെ പറഞ്ഞില്ലേ? തോന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആവർത്തിച്ച് ശക്തമായ ഭാഷയിലും പല ശൈലികളിലുമായിട്ട് അള്ളാഹു ഇതിങ്ങനെ പറയാണ്. ഇനിയും പറയുന്നുണ്ട് ഇതേ ആയത്ത് തന്നെ. അതെന്തുകൊണ്ടാണ്? വിഷയത്തിൻ്റെ കടുപ്പം കൊണ്ടാണ്. ആയിഷാ ബീവിയുടെ ഒരു മൗലിദ് എന്ന് പറയാം. ആയിഷാ ബീവിയുടെ ഒരു മൗലിദാണ് യഥാർത്ഥത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിശുദ്ധി ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ലക്ഷ്യം. അതിന് എത്ര വാക്കുകൾ! ലൗലാ ജാഊ അലൈഹി ബി അർബഅതി ശുഹദാ, എന്തേ 4 സാക്ഷികളെ കൊണ്ടുവരാതിരുന്നത്? ഇത് ഞാൻ അർത്ഥം അങ്ങനെ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഫഇദ് ലം യഅ്തൂ ബി ശുഹദാ, സാക്ഷികളെ കൊണ്ടുവരാത്ത കാലത്തോളം, സാക്ഷികളെ കൊണ്ടുവരുന്നില്ലേ, ആ സമയത്ത് ഫഉലൈക ഇൻദല്ലാഹ്, ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്, സയ്യിദ് ഇബ്നു റിഫാ തുടങ്ങിയ ആളുകളൊക്കെ ഇതിലൊക്കെ ആരൊക്കെ ഇടപെട്ടോ അവരൊക്കെ സാക്ഷികളെ കൊണ്ടുവരാത്ത കാലത്തോളം ഹുമുൽ കാദിബൂൻ, അവർ പച്ചക്കള്ളം പറയുന്നവരാണ്. ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ, അള്ളാന്റെ അടുത്ത് ഒരു കള്ളന്മാരാണ്. ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് സാക്ഷികളെ കൊണ്ടുവരാൻ പറ്റുന്നില്ലേ, പടച്ചോന്റെ അടുത്ത് അവർ കള്ളന്മാരാണ്. സൂറത്തു നൂറിന്റെ 13-ാമത്തെ ആയത്തിലെത്തിയപ്പോൾ നമ്മൾ ഏത് ജനങ്ങളുടെ ഇടയിൽ ആരൊക്കെ ആയിരിക്കും, പക്ഷെ പടച്ചോന്റെ അടുത്ത് കള്ളനാണ്. ഫൗലായിക ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ. വിഷയത്തിന്റെ ഗൗരവം അതിനാണ് ആ ഇൻദല്ലാഹി എന്നവിടെ ഉപയോഗിച്ചത്. അള്ളാൻ്റെ അടുത്ത്, ജനങ്ങളുടെ അടുത്ത് ചിലപ്പോൾ നലിമലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ വാർഡ് മെമ്പറായിരിക്കും, ചിലപ്പോൾ നാട്ടിലെ നേതാവായിരിക്കും, ചിലപ്പോൾ ഖാദിയാരായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷെ അള്ളാൻ്റെ അടുത്ത് ഓനെ കള്ളന്മാരുടെ ലിസ്റ്റിലാണ് പെടുത്തിയത്. പാച്ചക്കള്ളം പറയുന്നവനാണ്. ഫൗലായിക ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതു, ഇതാ പടച്ച റബ്ബിന്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ, ഫിദ്ദുന്യാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും പടച്ച റബ്ബ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞത് മതിയായിരുന്നു. ലമസ്സകും ഫീമാ ഫൗതും ഫീഹി, നിങ്ങൾ ഇടപെട്ട ഈ വിഷയത്തിൽ നിങ്ങളെ ബാധിക്കുമായിരുന്നു. അദാബുൻ അദീം, ശക്തമായ ഒരു ശിക്ഷ അള്ളാഹു ഇറക്കാൻ മാത്രമേ ഇത് വകുപ്പുണ്ടായിരുന്നു. പക്ഷേ ആ ശിക്ഷ കിട്ടാതിരുന്നത് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കാനും നിങ്ങളോട് ഔദാര്യം കാണിക്കാനും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൗബ ചെയ്താൽ മടങ്ങാൻ ഒരു അവസരം അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പാപത്തുനിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റില്ലായിരുന്നു. ഈ ആയത്തും പലതവണ ആവർത്തിച്ച് പറയുന്നു. അതൊക്കെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങൾ ആ വാർത്ത നിങ്ങളുടെ നാക്കുകൊണ്ട് ഏറ്റുപിടിക്കുമ്പോൾ, ഇത് തലഖൗനഹു ബിഅൽസിനതികും, ആ വാർത്ത നിങ്ങൾ നാക്കുകൊണ്ട് ഏറ്റുപിടിക്കുമ്പോൾ, നാവിൽ കിട്ടുന്നതൊക്കെ വിളിച്ചു പോവന്നെ. ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അത് ഏറ്റുപിടിക്കുമ്പോൾ, വതഖൂലൂന ബിഅഫ്വാഹികും, എന്നിട്ട് നിങ്ങളെ വായ കൊണ്ട് നിങ്ങൾ വിളിച്ചു പറയുന്നു, മാ ലൈസ ലക്കും ബിഹി ഇൽമ്, നിങ്ങൾക്ക് നിജസ്ഥിതി അറിയാത്ത കാര്യങ്ങൾ അങ്ങ് പൊട്ടിക്കന്നെ, വിളിച്ചാണ്ട് പറയന്നെ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കരുതി വതഹ്സബൂനഹു ഹയ്യിനാ, തക്ബീറിന്റെ ശക്തിയില്, കയ്യടിയുടെ ശക്തിയില്, കൂക്കുവിളിയുടെ ശക്തിയില് നിങ്ങൾ കരുതിപ്പോയി ഇതൊക്കെ നിസ്സാര പ്രശ്നമാണെന്ന്. വതഹ്സബൂനഹു ഹയ്യിനാ, ഇത് നിസ്സാരമായ കേസാണെന്ന് കരുതിയല്ലേ, സിമ്പിളാണെന്ന് കരുതിയല്ലേ. എന്നാൽ വഹുവ ഇൻദല്ലാഹി അളീം, ഇത് അല്ലാഹുവിന്റെ അടുത്ത് ഗൗരവമേറിയ കേസാണ് മോനെ. വഹുവ ഇൻദല്ലാഹി അളീം, പടച്ചോന്റെ അടുത്ത് ഗൗരവമുള്ള കേസാട്ടോ. നിങ്ങൾ ചെറുതായി കണ്ടെങ്കിൽ ഇത് പടച്ചോൻ ഗൗരവത്തിലാണ് എടുക്കുന്നത്. ഇനിയും പറയുന്നു, വലൗലാ ഇദ് സമിഅ്തുമൂഹു, എന്തുകൊണ്ട് ഈ പച്ചക്കള്ളം പീഡികക്കൊലായിൽ എന്ന് പറയുമ്പോൾ, പീഡികക്കൊലായി ഞാൻ ഉദാഹരണം എടുത്തതാണ്. എന്തുകൊണ്ട് ഈ പച്ചക്കള്ളം പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് കുൽത്തും നിങ്ങൾ പറഞ്ഞില്ല? ലൗലാ കുൽത്തും, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? ഇത് സമിഅ്തുമൂഹു, അത് കേട്ടപ്പോൾ. അങ്ങനെ നേരെ അതിന്റെ ഓർഡർ. ലൗലാ ഇത് സമിഅ്തുമൂഹു കുൽത്തും, എന്തേ ഈ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ പറയാതിരുന്നത്? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ. അതെ, ഇപ്പം വായനശാലയിൽ വന്നിരുന്നപ്പോൾ പത്രം വായിച്ചിട്ട് വേറൊരാൾ വീർപ്പിച്ച് ഇങ്ങനെ പറയാണ് ഒരു വ്യഭിചാരോപണോ, അപ്പോ ഇയാളതിൽ ഇടപെടണം, മിണ്ടാതിരിക്കരുത്. എങ്ങനെയാ ഇടപെടേണ്ടത്? അള്ളാഹു പറയുന്നു, മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല? എന്ത്? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, വ്യഭിചാരോപണം പറഞ്ഞ് രസിക്കുന്ന ആചാരോട് പറയാ,
മായകൂനു ലനാ, നമ്മൾക്ക് മാപ്പളാർക്ക് ചേർന്ന പണിയല്ല, അന്നതകല്ലമ ബിഹാദാ, ഇത്തരത്തിലുള്ള താണ വർത്തമാനങ്ങൾ പറയല് ഹാജാരേ എന്ന് പറയാൻ. മായകൂനു ലനാ അന്നതകല്ലമ ബിഹാദാ, ഇതൊന്നും നമ്മൾ പറയേണ്ട വാക്കല്ലോ, ഇതൊന്നും മാപ്പിളാര് സംസാരിക്കേണ്ട വിഷയമല്ല. നമുക്കിതിലൊക്കെ ശക്തമായ നിയമങ്ങളുണ്ട്, വശങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ സൂക്ഷിച്ചിട്ട് വേണം സംസാരിക്കാൻ. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, പടച്ചവനെ നീ എത്ര പരിശുദ്ധനാണ്. ഹാദാ ബുഹ്താനുൻ അദീം, ഞാൻ ഈ കേൾക്കുന്നത് പച്ച കള്ളമാണല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ട് പറ്റുമെങ്കിൽ 2 തുപ്പും തുപ്പിയിട്ട് ഇറങ്ങി അങ്ങോട്ട് പോകണം. എന്നാ നെയ്യ് കുറ്റത്തുനിന്ന് ഒഴിവായി. വേറൊന്നും വേണ്ട, തല്ലുണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും ഒന്നും നിൽക്കണ്ട. നമ്മുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കാം. നിങ്ങളാ പറഞ്ഞത് ശരിയായില്ല കേട്ടോ, അത് പറഞ്ഞ് നമുക്ക് ഇറങ്ങിപ്പോരാ. ഹാദാ ബുഹ്താനുൻ അദീം യഇദുകുമുല്ലാഹു അൻ തഊദൂ ലിമിസ്ലിഹി അബദാ. ഈ പ്രയോഗങ്ങളൊക്കെ കേട്ടപ്പോൾ എത്ര വാചകങ്ങളല്ലേ അള്ളാഹു ചൂടോടെ അവതരിപ്പിക്കുന്നു. ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞാൽ പോരെ, ഇത്രയൊക്കെ കൂടുതൽ കൂടുതൽ വാക്ക് പെരുപ്പിക്കണോ? അള്ള പറയാണ് യഇദുകുമുല്ലാഹ്, അള്ള നിങ്ങളെ നിരന്തരം പൊള്ളുന്ന വചനങ്ങളിൽ, ഗൗരവമേറിയ വിഷയങ്ങളിൽ നിങ്ങളെ ഉപദേശിക്കുന്നത് എന്തിനാണെന്നറിയോ? അൻ തഊദൂ ലിമിസ്ലിഹി അബദാ, ഇനി മേലാലിൽ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകരുതെന്ന് കരുതിയാൽ, ഇനി മേലാലിൽ ജീവിതത്തിൽ ഇത് ആവർത്തിക്കരുത്. പറഞ്ഞതോ പറഞ്ഞ് ഇനി പറയരുത് കേട്ടോ. അന്ന് ഇതിൻ്റെ ഗൗരവം ഇറങ്ങിയിട്ടില്ലല്ലോ, ഇറങ്ങിയിട്ടല്ല പറയാണ് ഇനി മേലാലിൽ പറഞ്ഞു പോകരുത്. അതിനാ ഇത്രയും കടുപ്പം കൂട്ടി പറഞ്ഞത്. ആർക്കാ ഈ കടുപ്പൊക്കെ തിരിയാം? അബദാ, ഒരിക്കലും പറയരുത്. ആർക്കാ ഈ കടുപ്പൊക്കെ തിരിയാം? ആരാ ഇനി ഇതുള്ളത് കൊണ്ട് ഇനി ഇതിലേക്ക് തിരിച്ചു വരാതിരിക്കുക? ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മാപ്പിളമാരാണെങ്കിൽ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയുന്നു, ഇനി ഇപ്പണി തുടരരുത് കേട്ടോ. എൻ്റെ സദസ്സിലുള്ള സഹോദരന്മാരോട് ഞാൻ പറയുന്നു, സഹോദരിമാരോട് ഞാൻ പറയുന്നു, ചാനലിൽ കാണുന്നത്, പത്രങ്ങളിൽ കാണുന്നത് ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ രാഷ്ട്രീയ നേതാവായിരിക്കാം, നാട്ടിലെ സാധാരണക്കാരനായിരിക്കാം, സാംസ്കാരിക നേതാവായിരിക്കാം, ആരാര് തന്നെ ആയാലും ശരി, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, സ്വന്തം നാക്ക് ഒരിക്കലും ദുഷിപ്പിക്കരുത്. സ്വന്തം നാക്ക് ദുഷിപ്പിക്കരുത്. നാവ് നാളെ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിടാൻ പറ്റുന്ന ഏറ്റവും നല്ല അവയവമാണ്. ആ നാക്കിനെ നിങ്ങൾ കരുതിയിരിക്കണം. വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അള്ളാഹു നിങ്ങൾക്കിതാ വളരെ പൊള്ളുന്ന ആയത്തുകൾ അള്ളാഹു നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നു. എന്തിന് വിശദീകരിച്ച് തരുന്നത്? നിങ്ങൾ പാഠം ഉൾക്കൊള്ളാൻ. വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് നന്നായി അറിയാം. വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. പടച്ച റബ്ബ് ഹിക്മത്തുള്ളവനാണ്. എങ്ങനെ പറയണം, എപ്പോൾ പറയണം, എത്ര ഗൗരവത്തിൽ പറയണം, എത്ര തവണ പറയണം, ഏത് സ്വരത്തിലാ പറയേണ്ടത്, ഏത് ശൈലിയിലാ പറയേണ്ടത്, ഇതിനൊക്കെ കൃത്യമായ വിഷയങ്ങൾ പടച്ച റബ്ബിനറിയാം. വല്ലാഹു അലീമുൻ ഹകീം. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്നു, അവസാനം അള്ളാഹ് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ അവസാനം ഒരു വാക്ക് പറയുന്നു, അല്ല മോമിനീങ്ങളെ, നിങ്ങൾ ഈ മോമിനീങ്ങളെപ്പറ്റി കേൾക്കുന്ന കള്ളപ്രചരണങ്ങളൊക്കെ ഏറ്റുപിടിച്ച് എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടും മക്കാനിക്കടയിലെ വെടിവട്ടത്തിന് അതുകൊണ്ട് കൊഴുപ്പ് കൂട്ടിയിട്ടുമൊക്കെ നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ, മോമിനീങ്ങളെപ്പറ്റി വൃത്തികേട് നാട്ടിൽ പരന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ദുർബലരുണ്ടല്ലോ, ദുർബല വിശ്വാസികൾ ചിന്തിച്ചോ. ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയാ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ കുറിച്ച് വേണ്ടാത്തരം നാട്ടിൽ പ്രചരിച്ചു കാണാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. കാരണം നിങ്ങൾക്ക് നിജസ്ഥിതി അറിയോ? മറ്റൊരാളെ പറ്റി പറയാൻ, അയാളുടെ രഹസ്യ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെ ഇത് പറയും? വല്ലാഹു യഅലമു, അല്ലാഹുവിന് നിജസ്ഥിതി അറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് നിജസ്ഥിതി അറിയില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് അവനവൻ്റെ പാടുമായി പോവട്ടെ. അവനായി അവൻ്റെ പാടായി വിട്ടുകൊടുക്ക. അവനെ നമ്മൾ വേദനിപ്പിക്കണ്ട, ഒരാളെയും വേദനിപ്പിക്കണ്ട, ഒരാളെ പറ്റിയും ആരോപണവും പറയണ്ട.
ഇത് വളരെ കടുപ്പമുള്ള കാര്യമാണ്. ഇത് അറിയിക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത്രയോ ആയത്തുകൾ പടച്ച തമ്പുരാൻ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വിശദീകരിക്കുന്നത്. ഇനി അവിടെ തന്നെ കുറേ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു എന്ന് പറഞ്ഞതിൽ മോമിനീങ്ങളിൽ വൃത്തികേട് പരന്നു കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അദാബുന, അതിൽ പെട്ട ഒരു വൃത്തികേടാണിത്. അതൊരു പൊതു തത്വമാണ്. അപ്പം അത് എല്ലായിടത്തേക്കും ബാധകാകുന്ന. അപ്പം ക്ലബ്ബുകൾ ഒരുക്കുന്നവര്, ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട വിനോദ കേന്ദ്രങ്ങൾ ഒരുക്കുന്നവര്, അതുപോലെ തന്നെ കുപ്പിയും വളയും കുപ്പി പൊട്ടി വളകിലുങ്ങി ഇങ്ങനെ മലിനമാകുന്ന കേന്ദ്രങ്ങൾ സജീവമാക്കുന്നവര് കരുതിയിരിക്കണം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു. ഇതിന് വേദിയൊരുക്കുന്നവരൊക്കെ ഈ വലിയ അർത്ഥതലത്തിൽ ഉൾപ്പെടുന്നുണ്ട്. മോമിനീങ്ങളിൽ അശ്ലീലം പരന്നു കാണാൻ ആഗ്രഹിക്കുന്നവൻ, അതൊരു സംഘമായി പ്രവർത്തിച്ചാലും ശരി, ഒറ്റക്കൊറ്റക്ക് പ്രവർത്തിച്ചാലും ശരി, ഒരിക്കലും മോമിനീങ്ങൾക്ക് പേരുദോഷം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. ഖുർആൻ ശക്തമായി പറയുന്നു. അതിന് ആഗ്രഹിക്കുന്ന ഏതൊരാളും, അപ്പം നമ്മൾ ഇട്ടുകൊടുത്ത ക്ലബിലൂടെ ആയിരിക്കും മുസ്ലിം ഉമ്മത്തിൽ ഫാഹിഷത്ത് പെരുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അകത്തളം മലിനമായത്, നിങ്ങൾ ആ ടെലിവിഷൻ്റെ പെട്ടി അല്ലെ ചെകുത്താൻ്റെ പെട്ടി വീട്ടിൽ എന്നാണോ കയറ്റി വെച്ചത് അന്നായിരിക്കും. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു വെച്ച് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് കയറിച്ചല്ലേ ഫാഹിഷത്ത് പരന്നത് കാണണമെങ്കിൽ. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ഈ റിയാലിറ്റി ഷോകളുടെയും അതുപോലെ തന്നെ സീരിയലുകളുടെയും എപ്പിസോഡുകളുടെ മുമ്പിൽ സമയം കൊല്ലാണ് നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും. അപ്പോഴാണ് നീ ചിന്തിക്കേണ്ടത്, പടച്ചോനെ ഇത് ഞാൻ വിളിച്ചു വരുത്തിയതാണ്, ഇതിന് ഞാനൊരു കാലത്ത് മോഹിച്ചു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. മോഹിച്ചെങ്കിൽ എനിക്ക് ശക്തമായ ശിക്ഷയുണ്ടെന്നാണ് പടച്ചോനെ പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ പരിധിയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. കാരണം ആ വിഷയം തീർന്നിട്ട് പിന്നെ അള്ളാഹു ഒരു പൊതു തത്വത്തിലൂടെ അതിനെ അടച്ച് കെട്ടുകയാണ്. വേണ്ടട്ടോ, മുഅ്മിനീങ്ങളെ പറ്റി വൃത്തികേട് പരന്നു കാണാൻ അതെങ്ങനെയാലും ശരി, അതിൽ പെട്ടതാണൊന്ന് ഇത് ആരോപണം ഉന്നയിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം വേണ്ടാത്തരങ്ങൾ ആരാഗ്രഹിച്ചാലും അത് നല്ലതിനല്ല എന്ന് ശക്തമായി പറഞ്ഞതിനു ശേഷം അള്ളാഹു പറയുന്ന വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ ഈ വിഷയത്തിലൊക്കെ നിങ്ങൾ വലഞ്ഞത് തന്നെയായിരുന്നു. വന്നല്ലാഹ റഊഫുർ റഹീം, പടച്ചോന് വല്ലാത്ത കരുണയും സ്നേഹവുമാണ്. അതുകൊണ്ട് തൽക്കാലം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ഇതാ തൗബ ചെയ്യാൻ അവസരം നൽകി നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നുണ്ട്, സൂചനയാണ്. എന്നിട്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളെ ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെന്നാണെന്നറിയോ? നിങ്ങൾ പിശാചിൻ്റെ കൂട്ടാളികളാകുമ്പോഴാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മൾ ആ തലക്കെട്ട് കൊടുത്തത് അതുകൊണ്ടാണ്. അല്ലാഹ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്താൻ, നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ പിന്തുടരരുതേ. പിശാച് കാണിച്ചു തരുന്ന വഴിക്ക് നിങ്ങൾ പോകരുത്. എന്താ പറയുന്നത്? പിശാചിന്റെ വഴികളെ നിങ്ങൾ അനുധാവനം ചെയ്യരുത്, അവൻ പോയ വഴിക്ക് നിങ്ങൾ പോകരുത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാച് ഇങ്ങനെ ഞൊടിച്ച് വിളിക്കുന്നിടത്തേക്ക് നമ്മളിങ്ങനെ പോയാൽ നമ്മൾ പഴിച്ചു പോകും. അവൻ നിങ്ങൾക്ക് റൂട്ടുകൾ ഇങ്ങനെ തിരിച്ചു തരും, അതിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത്. കാരണം എന്താ? വമയ്യത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, പിശാചിന്റെ വഴികളെ ആരാണോ അനുധാവനം ചെയ്യുന്നത്, പിശാച് വിളിക്കുന്ന വഴിക്ക് ആരാണോ പോകുന്നത്, പിശാചിന്റെ കൂട്ടാളികൾ എന്നർത്ഥം. ഇവര് ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, ആ പിശാചിനെ അനുഗമിച്ചാൽ ആ പിശാച് നിങ്ങളോട് വൃത്തികെട്ടതും അതുപോലെ തന്നെ വളരെ മോശപ്പെട്ടതും മാത്രമേ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. ഫഹ്ശാ, വൃത്തികെട്ടത് എന്ന് പറഞ്ഞാൽ ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് ഫഹ്ശാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ, നഗ്നത, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ, ഉടുത്തതഴിച്ചിട്ട് ഇങ്ങനെ ചാടുക, ഇതൊക്കെയാണല്ലോ ഇപ്പം ഇന്ന് ടെലിവിഷനിലൊക്കെ എപ്പോഴും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭവത. ഇതിനു മുമ്പിൽ ഇങ്ങനെ ഇതൊക്കെയാണ് ഫഹ്ശാ. അയ്യേന്ന് പറഞ്ഞു പോകുന്ന സംഗതികൾ, അതാ ഫഹ്ശാ, വൃത്തികേടുകൾ. മുങ്കർ, നീചമായ കാര്യങ്ങളാണ്. അതെന്താ? ഏതൊരു മാന്യനും വെറുത്തു പോകുന്ന കുറേ സംഗതികൾ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുക, ചൂതാടുക, ഇത്തരം ക്രമക്കേടുകൾക്കാണ് മുങ്കർ എന്ന് പറയുന്നത്. മറ്റേ ലിസ്റ്റിൽപ്പെട്ടതാണ് ഫഹ്ശാ. അപ്പൊ ബിൽ ഫഹ്ശാഇ വൽ മുങ്കർ, ഫഹ്ശാ കൊണ്ടും മുങ്കർ കൊണ്ടും അശ്ലീലം കൊണ്ടും നീചമായ കാര്യങ്ങളെ കൊണ്ടും പിശാച് എപ്പോഴും നിങ്ങളോട് കൽപ്പിക്കും. അതുകൊണ്ട് പിശാചിന്റെ കൂടെ പോകണ്ട. അത് അതിൻ്റെ ഒരർത്ഥമാണ്.
ഇനി ആ ആയത്തിനെ നേരെ അർത്ഥം പറയുന്ന അറബി ഭാഷ പരിചയമുള്ള ഒരാൾക്ക് വേറൊരർത്ഥം കൂടെ ഇന്ന് കിട്ടും. അതാണ് കൂടുതൽ ശരിയാവാനുള്ള സാധ്യത. കൂടുതൽ അർത്ഥം അവിടെ ഊന്നൽ നൽകുന്നുണ്ടോ തോന്നിപ്പോകും ആ ശൈലി കാണുമ്പോൾ. അതെന്താ? പിശാചിന്റെ വഴികളെ ആരെങ്കിലും പിന്തുടർന്നാൽ നിശ്ചയമാ പിന്തുടർന്ന പഹയൻ യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. പിശാച് കൽപ്പിക്കുമെന്നല്ല, ഈ പിന്തുടർന്നവന് ഫഹ്ശാവും മുൻകറും കൊണ്ട് കൽപ്പിക്കുമെന്ന്. ആദ്യം പിശാചിനെ പിന്തുടർന്നു, പിശാച് അവനെ പിഴപ്പിച്ചു. അങ്ങനെ അന്ന് അവൻ പിഴച്ചു. ആ പിഴക്കല് പോയിട്ട് പിന്നെ ഇവൻ പിഴപ്പിക്കുന്ന പണിയെടുക്കാൻ തുടങ്ങുന്നു. ആദ്യം പിശാച് പിഴപ്പിക്കുന്നതിനനുസരിച്ച് പിഴക്കും, പിന്നെ പിഴപ്പിക്കും. ഇതാരാ പറഞ്ഞത്? ആദ്യം പിഴക്കും പിന്നെ പിഴപ്പിക്കും എന്ന് പറഞ്ഞത് ഈ ഇന്നഹു എന്ന് പറഞ്ഞ സർവനാമം പിശാചിലേക്കുമാകാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ആ മനുഷ്യനിലേക്കും ആവാമത് എന്ന് ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഒന്നിരിക്കൽ പിശാച്. നമ്മൾ നേരത്തെ പറഞ്ഞ അർത്ഥം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും. രണ്ടാമത്തെ അർത്ഥം, പിശാചിനെ പിന്തുടർന്നവൻ എപ്പോഴും വേണ്ടാത്തരേ തൻ്റെ കൂട്ടുകാരോട് കൽപ്പിക്കുള്ളൂ. എപ്പോഴും വേണ്ടാത്തവരായിരിക്കും അവൻ കൽപ്പിക്കാൻ. ഫഹ്ശാവ് കൊണ്ടും മുൻകർ കൊണ്ടും മറ്റു ജനങ്ങളോട് ഇവൻ കൽപ്പിക്കും. കാരണം എന്താ? പിശാചിന്റെ ശൈലി എന്താണ്? അത് പിഴപ്പിക്കല. അപ്പൊ ഫമനിത്തബഅഹു, പിശാചിനെ പിന്തുടർന്നവൻ പിഴക്കുക എന്ന ആ ഗ്രേഡിൽ നിന്ന് അവൻ അങ്ങോട്ട് പൊങ്ങിയിട്ട് ഇലാ റുത്ബത്തിൽ ഇദ്ലാലി വൽ ഇഫ്സാദ്, പിഴപ്പിക്കുന്ന മാർഗത്തിലേക്ക്, ഗ്രേഡിലേക്ക് അവൻ പൊങ്ങിപ്പോകും. അപ്പം അവൻ മറ്റുള്ളവരെ പിഴപ്പിക്കാൻ തുടങ്ങും. അവിടെ എനിക്ക് ഓർമ്മ വന്നു പോവുകയാണ് ഒരു കാര്യവും കൂടെ അതിനോട് കൂട്ടി പറയാൻ. ഇമാം റാസിനെ ഞാൻ ഓർക്കുന്നു ഈ ആയത്ത് വായിച്ചപ്പോൾ. പറഞ്ഞാൽ അത് അധികപ്പറ്റാകില്ല, മാത്രമല്ല സദസ്സിന് ശരിക്കും ബോധ്യപ്പെടും. ഇമാം റാസി പറഞ്ഞു, പിശാചിനെ പിന്തുടർന്നാലേ ആദ്യം പിശാച് പിഴപ്പിക്കും, നമ്മളെ പിഴപ്പിക്കും. അപ്പോൾ നമ്മൾ പിഴക്കും, പിന്നെ നമ്മൾ പിഴപ്പിക്കാൻ തുടങ്ങും. ആദ്യം പിഴക്കും, പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം കുടിക്കും, പിന്നെ കുടിപ്പിക്കും. അങ്ങനെയാണല്ലോ അതിൻ്റെ ശൈലി. ചെറുപ്പക്കാർക്കൊക്കെ ഇത്തരം കമ്പനി കൂടുന്ന ചെറുപ്പക്കാർക്കൊക്കെ വേഗം ബോധ്യപ്പെടും. എന്നൊരാൾ കൊണ്ടുപോയി കുടുക്കി, പിന്നെ നീയോ, ഞാനൊരു 10 വേറെയും കൊണ്ടുപോയി കുടുക്കി. അപ്പോൾ ഇതാണ്, ഞാൻ ആദ്യം കുടുങ്ങി പിന്നെ കുടുക്കി. ഇതാണ് സാധാരണ തിന്മയോടുള്ള നമ്മുടെ മനോഭാവം ഇന്ന് സമൂഹത്തിൽ. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ചിലപ്പോഴൊക്കെ ചിലപ്പോൾ പിശാചിനേക്കാൾ ഉഷാറാകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പിശാച് ഇവൻ്റെ ശിഷ്യനാകേണ്ടി വരും ചിലപ്പോൾ. അങ്ങനെ ഒരു അവസ്ഥയും വരാറുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ല മനസ്സുള്ള എല്ലാവരും കേൾക്കുക ആ ഉദാഹരണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു സംഭവം ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ലഖദ് ഹമ്മത്ത് ബിഹി വഹമ്മ ബിഹാ. സുലൈഖ യൂസുഫിനെ കൊണ്ട് വൈകാരികമായി ആഗ്രഹിച്ചു. അപ്പോൾ വഹമ്മ ബിഹ, ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നത് ബഹുമാനപ്പെട്ട യൂസുഫ് നബിയും ചിന്തിച്ചു എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഇതിന് എങ്ങനെ ശക്തമായ ശിക്ഷ കൊടുത്തിട്ട് സുലൈഖയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് യൂസുഫും ആലോചിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് പ്രവാചകന്മാർ തെറ്റു ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ടീം യൂസുഫിനെ കൊണ്ട് സുലൈഖ വൈകാരികമായി ഉദ്ദേശിച്ചപ്പോൾ യൂസുഫ് മനുഷ്യനല്ലേ, യൂസുഫിനും അങ്ങനെ ഒരു ആഗ്രഹം അങ്ങോട്ട് വന്നു എന്ന് വളരെ ലാഘവത്തോടെ അർത്ഥം പറയുന്നുണ്ട്. ആ ഭാഗത്താണ് ഇമാം റാസി ഇത് പറയുന്നത്. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരെ ഇമാം റാസിയുടെ ആ വാക്ക് കേൾക്കാൻ. എന്തിന്? ഒരുപാട് ന്യായങ്ങൾ പേജുകളോളം ചെലവഴിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ സൂറത്ത് യൂസുഫ് ആ പറഞ്ഞ ആയത്തിൻ്റെ തഫ്സീർ എടുത്ത് നോക്കുക, കഴിയുന്നവർ തഫ്സീർ എടുത്ത് നോക്കിയാൽ കാണാം. പേജുകൾ ചെലവഴിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബിയിൽ നിന്ന് തെറ്റു സംഭവിച്ചിട്ടില്ല എന്നല്ല, തെറ്റായ ഒരു വിചാരം പോലും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഇമാം റാസി പേജുകൾ ചെലവഴിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മഹാനവറുകൾ പറയുന്ന 4ാമത്തെ അഭിപ്രായം, കുറേ അഭിപ്രായങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. 4ാമത്തെ അഭിപ്രായം, അന്ന കുല്ലമൻ കാനലഹു തഅല്ലുഖും ബിതിൽകൽ വാഖിയ. ഈ കേസിൽ ആർക്കൊക്കെ ബന്ധമുണ്ടോ ആ ആളുകൾ മുഴുവനും ഫഖദ് ഷഹീദ ബി ബറാഅത്തി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാം നിരപരാധിയാണ് എന്ന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഈ കേസിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവരൊക്കെ യൂസുഫ് നിരപരാധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇമാം റാസി പറയാണ് ആർക്കൊക്കെ അതിൽ ബന്ധമുള്ളത്. ഒന്ന് യൂസുഫ്, കഥാപാത്രങ്ങൾ അങ്ങോട്ട് പറയാണ്. ഈ കഥയിലെ ആളുകൾ ആരൊക്കെയാ? ഒന്ന് യൂസുഫ് അലൈഹിസ്സലാം, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. അതുപോലെ തന്നെ പിന്നീട് ആ പെണ്ണ് അഥവാ സുലൈഖ എന്ന പെണ്ണ്, പിന്നെ അവളുടെ ഭർത്താവ് അസീസ് രാജാവ് എന്ന് പറയുന്ന ഭർത്താവ്, പിന്നീട് മിസ്രിലെ പെണ്ണുങ്ങൾ, കൈമുറിച്ച പെണ്ണുങ്ങളുണ്ടല്ലോ, അവരതിലെ പ്രതികളാണ്. വന്നിസ്വ വശുഹൂദ്, അതുപോലെ തന്നെ സാക്ഷികൾ,
സാക്ഷി നിൽക്കാൻ വേണ്ടി വന്നൊരു സംഭവങ്ങളുണ്ട്. ഇങ്ങനെ റബ്ബുൽ ആലമീൻ, പിന്നെ ഈ കേസിന് ദൃസാക്ഷിയായത് പടച്ചോനുവാ. ഇത്രയും ആളുകളാണ് അവർ ഉള്ളത്. ഇവരുടെയൊക്കെ നിലപാടെന്താ? യൂസുഫ് നബിക്ക് അങ്ങനെ ഒരു വേണ്ടാത്ത വിചാരം ഉണ്ടായിരുന്നു എന്നാണോ? ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ച ചെയ്യുന്നു. പിന്നെ ഇബ്ലീസും, അത് മാറ്റിവെക്കാൻ പറ്റൂലല്ലോ, ഇബ്ലീസുണ്ട്. കാരണം പേപ്പിക്കുന്നിടത്തൊക്കെ കക്ഷിയായിരിക്കും. പിന്നെ ഇബ്ലീസുണ്ട്. എന്നാൽ ഈ ഇബ്ലീസ് പോലും സമ്മതിക്കുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം നിരപരാധിയാണ്. എനിക്ക് റാസി ഇമാമിന്റെ ഈ അവതരണം വല്ലാതെ ഇഷ്ടപ്പെട്ടു. റാസി ഇമാമിനോട് ഒരുപാട് സ്നേഹം, നേരത്തെ ഉള്ളതിനേക്കാൾ ആ ബഹുമാനം കലർന്ന സ്നേഹം നമുക്ക് വർദ്ധിക്കുകയാണ്. അള്ളാഹുവേ, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളെ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇബ്ലീസ് പോലും ബഹുമാനപ്പെട്ട യൂസുഫ് നബി നിരപരാധിയാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കാര്യം ഇങ്ങനെയാണെങ്കിൽ ഇനി മുസ്ലിമീങ്ങൾക്ക് ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ടതില്ല. മുസ്ലിമീങ്ങൾക്ക് യൂസുഫ് നബി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ധൈര്യമായി പറയാം. പിന്നെ ഒരു വിഭാഗം ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. എന്താ യൂസുഫ് നബി എവിടെയാ തന്റെ നിരപരാധിത്വം തെളിയിച്ചത്? യൂസുഫ് നബി പറയുന്നു, അവൾ എന്നെ പിടിക്കാൻ വേണ്ടി വന്നതാണ്, എന്റെ നഫ്സ് അവൾ ആവശ്യപ്പെട്ടതാണ്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നു, പടച്ചോനെ, ഈ കൊസ്രാകൊള്ളികൾ എന്നെ വിളിക്കുന്ന ഈ വേണ്ടാത്തരത്തെക്കാൾ എനിക്ക് നല്ലത് ഈ പെണ്ണുങ്ങൾ എന്നോട് പറയുന്ന. അപ്പോൾ ഈജിപ്തിലെ പെണ്ണുങ്ങളും കൂടെ ഉണ്ട്, മറ്റു പെണ്ണുങ്ങൾ. അതുകൊണ്ടാ മിമ്മാ യദുഊനനി ഇലൈഹി പറഞ്ഞത്. കൈമുറിച്ച പെണ്ണുങ്ങളുടെ യൂസുഫേ, ഇവൻ നിന്റെ നേതാവ്, നിന്റെ സയ്യിദത്ത് നിന്നോട് പറയുന്നത് ഒന്നങ്ങ് അംഗീകരിച്ചു കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, റബ്ബേ, ഈ കൊസ്രാകൊള്ളികൾ എന്നോട് പറയുന്ന ഈ വേണ്ടാത്തരത്തെക്കാൾ എനിക്ക് നല്ലത് ജയിലറയാൻ, കാരാഗ്രഹം തന്നോട് യൂസുഫ് സ്വീകരിക്കാം. ഈ വിഷയത്തിന് അല്പം പോലും താല്പര്യമില്ല എന്നതിൻ്റെ അർത്ഥമാണത്. അത് അർത്ഥമാക്കുന്നത് റബ്ബിസ്സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദഊനനി ഇലൈഹി, സൂറത്ത് യൂസുഫ് 33, നേരത്തെ പറഞ്ഞത് 26-ാമത്തെ ആയത്ത്. അതുപോലെ തന്നെ ഈ പെണ്ണെന്ത് പറഞ്ഞു? പെണ്ണ് പറയുന്ന സൂറത്ത് യൂസുഫിന്റെ 32-ൽ, വലഖദ് റാവത്തുഹു അൻ നഫ്സിഹി, യൂസുഫിനെ ഞാൻ അങ്ങോട്ട് പിടിച്ചതാ. ഫസ്തഅ്സമ, അപ്പോൾ യൂസുഫിന്റെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു ചാഞ്ചാട്ടം പോലും ഉണ്ടായിട്ടില്ല. ഫസ്തഅ്സമ, യൂസുഫ് പൂർണ്ണമായി സുരക്ഷിതത്വം പാലിച്ചു. ഫസ്തഅ്സമ, സുലൈഖ പറയുന്നു, യൂസുഫിൽ നിന്ന് ഒരു അനക്കം പോലും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ പിന്നീട് പറയാം. പിന്നെയോ അസീസ് രാജാവ് എന്ത് പറഞ്ഞു? യൂസുഫിനെ വില കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നാക്കി. അസീസ് രാജാവ് എന്ത് പറഞ്ഞു? ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അദീം യൂസുഫ് അഅ്രിദ് അൻ ഹാദാ. കണ്ടോ പെണ്ണുങ്ങളെ, ഇതൊക്കെ നിങ്ങളുടെ ഗൂഢതന്ത്രത്തിന്റെ ഫലമാണ്. ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അദീം. പെണ്ണുങ്ങളെ, നിങ്ങളുടെ ചതി വല്ലാത്തൊരു ചതി തന്നെയാണ്. നിങ്ങൾ വല്ലാത്ത തന്ത്രമാണ് നിങ്ങളുടെ തന്ത്രം, വല്ലാത്ത യുക്തിയാണ് നിങ്ങൾക്ക്. കുബുദ്ധി വളരെ വലുതാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, യൂസുഫ് അഅ്രിദ് അൻ ഹാദാ, യൂസുഫേ നീ പാവാണ് കേട്ടോ, ഈ കേസ് വിട്ടേക്ക്. നോക്ക്, യൂസുഫ് അഅ്രിദ് അൻ ഹാദാ, യൂസുഫേ ഈ കേസിൽ കൂടുതൽ തൂങ്ങരുത്, നീ അങ്ങോട്ട് അവഗണിച്ചേക്ക്. വസ്തഗ്ഫിരി ലി ദംബികി, സുലൈഖ നീയാ തെറ്റ് ചെയ്തത്, നീ നിന്റെ പാപത്തിന് പാപമോചനം നടത്തിക്കോ. വസ്തഗ്ഫിരി ലി ദംബികി. ആര്? അസീസ് രാജാവ് പറയുന്നു. ഇങ്ങനെ എല്ലാവരും സമ്മതിച്ചു. ഇനി ഷാഹിദ്, സാക്ഷി, ഒപ്പം കൂടി കുപ്പായം കീറിയ ഒരു കഥ പറയുന്നുണ്ട്. അതിൽ സാക്ഷി പറയാൻ വന്ന ആളെന്തേ പറഞ്ഞത്? വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. കുപ്പായം മുൻഭാഗമാണോ പൊട്ടിയത്, പിൻഭാഗമാണോ പൊട്ടിയത് എന്ന് നോക്കണം. പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നതിൻ്റെ ഇടയിലാണ് മുതലാളി ഇങ്ങോട്ട് കയറി വന്നത്. അസീസ് രാജാവ് കണ്ടപ്പോൾ സുലൈഖ പറഞ്ഞു, ഇവൻ എന്നെ പിടിക്കാൻ ശ്രമിക്കുകയാണ്, ഇവന് നിങ്ങൾ എന്താ ജയിലല്ലാതെ ശിക്ഷ കൊടുക്കുക. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഇവൾ എന്നെ പിടിച്ചതാണ്, ഇവൾ കുറേ കാലമായി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന. ആ സമയത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട അസീസ് രാജാവിൻ്റെ കൂടെയുള്ളയാൾ അയാൾ പറഞ്ഞു, കുപ്പായ എവിടെ കീറി നോക്കിയാൽ അത് മുന്നോ പിന്നോ. പിന്നെ കീറിയതെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പാ, യൂസുഫ് പോകുമ്പോൾ ഇവൾ പിന്നാലെ കൂടി പിടിച്ചു, അപ്പോൾ പൊട്ടി. മുന്നാ കീറിയതെങ്കിൽ യൂസുഫ് വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് തടുക്കുമ്പോൾ പൊട്ടി. അതുകൊണ്ട് ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും, ഏതാ കീറിയത് എന്ന് നോക്കണം. അതുകൊണ്ട് ഇൻകാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുൽ, മുൻഭാഗമാണ് പൊട്ടിയതെങ്കിൽ ഫസദഖത്ത്, അവൾ പറയുന്നത് സത്യമാണ്. വഹുവ മിനൽ കാദിബീൻ, അവൻ കള്ളമാണ് പറയുന്നത്. ഇങ്ങനെ സാക്ഷ്യം വഹിച്ചു. നോക്കി പരിശോധിച്ചപ്പോൾ പിൻഭാഗാ പൊട്ടിയത്. അപ്പോൾ ഇയാളും പറയുന്നു, യൂസുഫിൽ നിന്നൊരു കുഴപ്പമില്ല, യൂസുഫ് പരമാവധി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇനി
അതൊക്കെ കഴിഞ്ഞിട്ട് ഇമാം റാസി പറയുന്നു, പടച്ചോൻ പറഞ്ഞു ബഹുമാനപ്പെട്ടവർക്ക് ക്ലിയർ സർട്ടിഫിക്കറ്റ് നൽകി എന്ന് പറഞ്ഞു. അതെവിടെയാ? അതാണ് ഇനി കേൾക്കേണ്ടത്. കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാ. ചെറിയ ഒരു വേണ്ടാത്ത ചിന്ത പോലും ബഹുമാനപ്പെട്ട യൂസുഫിനെ തൊട്ട് തിരിച്ചു കളയണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിരുന്നു. അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. വൽ ഫഹ്ശാ, വലിയ വ്യഭിചാരം എന്ന ദുർവൃത്തി അതും ഉണ്ടാകരുത്, ദുർപ്രവൃത്തി അതും ഉണ്ടാകരുത്. ഇതൊക്കെ തിരിച്ചു കളയാൻ വേണ്ടിയാ നമ്മൾ ചെയ്തത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. യൂസുഫ് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. യൂസുഫ് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്, സെലക്റ്റഡ് വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഈ യൂസുഫിനെ പഴപ്പിക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ തികഞ്ഞ അടിമയാണെന്ന് പറഞ്ഞു, സെലക്റ്റഡ് അടിമയാണെന്ന് പറഞ്ഞു, സൂഉം ഫഹ്ശാവും തിരിച്ചു കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം നിരപരാധിയാണെന്ന് വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് അത് കുറേ വിശദീകരിച്ചിട്ടുണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിന്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി യൂസുഫ് നബി അലൈഹിസ്സലാം മുഖ്ലസാണോ, തെരഞ്ഞെടുക്കപ്പെട്ട അടിമയാണോ? തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളെ കുറിച്ച് എന്താ പിശാച് പറഞ്ഞത്? പിശാച് അല്ലാഹുവിനോട് പറഞ്ഞു, ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. പടച്ചോനെ, നിന്റെ അന്തസ്സ് കൊണ്ട് നീ എനിക്ക് ദീർഘായുസ് തരുന്നു പറഞ്ഞല്ലോ, നിന്റെ ഇസ്സത്ത് കൊണ്ട്, നീ തന്ന ശക്തി കൊണ്ട്, എൻ്റെ സ്വന്തം ശക്തിയല്ല പിശാച് പറയുന്നത്, നിന്റെ അന്തസ്സ് കൊണ്ട് ഞാൻ ആദമിന്റെ മക്കളെ മുഴുവനും പഴപ്പിക്കും എന്ന് അള്ളാഹുവിനോട് പറഞ്ഞപ്പോ അവിടെ തന്നെ ചേർത്ത് ഇബ്ലീസ് പറയുന്നു, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ആ കൂട്ടത്തിൽ നിന്റെ ചില സെലക്റ്റഡ് അടിമകളുണ്ട് കേട്ടോ, അവരെ തൊടാൻ എനിക്ക് കഴിയൂല. ആര്? ഇബ്ലീസ് തന്നെയാ പറഞ്ഞത്. ഇബ്ലീസ് പറയുന്നു യൂസുഫ് നബിയെ തൊടാൻ പറ്റില്ല. വയൂസുഫു മിൻ ഇബാദിഹിൽ മുഖ്ലസീൻ. അതിൽ തർക്കമല്ലല്ലോ. ഒരു നബിയായ യൂസുഫ് നബി മുഖ്ലസാണോ എന്ന കാര്യത്തിൽ, സെലക്റ്റഡ് അടിമയാണോ എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അതുകൊണ്ട് പഴപ്പിക്കാൻ കഴിയൂല എന്ന് ഇബ്ലീസ് സമ്മതിക്കുന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാം, അവസാനാണ് ഇതിൻ്റെ ഏറ്റവും ഹൃദ്യമായ ഭാഗം. ഫക്കാന ഹാദാ ഇഖ്റാറൻ മിൻ ഇബ്ലീസ്. ഇത് ഇബ്ലീസിൽ നിന്നുള്ള സമ്മതമാണ്. എന്ത്? ഒരു നിമിഷം പോലും യൂസുഫിനെ പേപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സമ്മതിച്ചു പറയൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് സംഗതിയുടെ നിജസ്ഥിതിയെങ്കിൽ അവസാനമായി നമുക്കിങ്ങനെ പറയാം, എന്നാൽ ഈ വിവരദോഷികൾ ആര്? യൂസുഫ് നബി തെറ്റി എന്ന് പറഞ്ഞ ഈ വിവരദോഷികള്, യൂസുഫ് അല്ലദീന നസബു ഇലാ യൂസുഫ് ഹാദിഹിൽ ഫളീഹ, യൂസുഫ് നബിക്ക് അങ്ങനെ മാനസികമായ ഒരു താല്പര്യം തോന്നി എന്ന് പറയുന്ന ടീമുണ്ടല്ലോ, അവർ ഈ വിവരദോഷികള്, അവര് ഇൻകാനൂ മിൻ അത്ബാഇ ദീനില്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളാണെങ്കിൽ, അള്ളാന്റെ പാർട്ടിക്കാരാണെങ്കിൽ ഫലയഖ്ബലൂ ഷഹാദത്തല്ലാഹ്, അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് അവർ സ്വീകരിക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യം വഹിക്കുന്നു യൂസുഫ് നബി കുറ്റക്കാരനല്ല. അള്ളാന്റെ ആൾക്കാരാണെങ്കിൽ അള്ളാഹ് പറഞ്ഞു കേൾക്കാം. വൈൻകാനൂ മിൻ അത്ബാഇ ഇബ്ലീസ്, എന്നാ ഏറ്റവും ചുരുങ്ങിയത് ഇബ്ലീസിന്റെ പാർട്ടിയാണെങ്കിൽ നോക്ക്, നിങ്ങൾ ഇമാം റാസിയുടെ അവതരണം, ഇബ്ലീസിന്റെ ടീമാണോ നിങ്ങൾ? ഇബ്ലീസിന്റെ ടീമാണെങ്കിൽ ഫലയഖ്ബലൂ ഷഹാദത്ത ഇബ്ലീസ്, ഇബ്ലീസ് പറഞ്ഞതെങ്കിലും കേൾക്കുക, ഇബ്ലീസ് പറഞ്ഞതെങ്കിലും കേൾക്ക് നിങ്ങൾ. അലാ ത്വഹാറത്തിഹി, യൂസുഫ് നബി അലൈഹി സ്വലാം പരിശുദ്ധനാണെന്ന് ഇബ്ലീസും പറയുന്നു. എന്നാൽ അതൊന്നും ഇവർക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഫലഅല്ലഹും യഖൂലൂന, പിന്നെ അവസാനായിട്ട് ഇവരിങ്ങനെ പറഞ്ഞേക്കാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, കുന്നാ ഫി അവ്വലിൽ അംരി തലാമിദത ഇബ്ലീസ്, ഞങ്ങൾ ആദ്യമൊക്കെ ഇബ്ലീസിന്റെ ശിഷ്യന്മാരായിരുന്നു. ഇലാ അൻ തഖറജ്നാ അലൈഹി ഫസിദ്നാ അലൈഹി ഫിസ്സഫാഹ, അങ്ങനെ വിഡ്ഢിത്തം ചെയ്ത് ഇന്ന് ഞങ്ങൾ അവൻ്റെ ഗുരുക്കളായി മാറിയിട്ടുണ്ട്, ഗുരുക്കന്മാരായിട്ട് മാറിയിട്ടുണ്ട്. പിശാചിന്റെ ഗുരുക്കളാണ് ഞങ്ങളെന്ന് പറയേണ്ടി വരും, ഗുരുനാഥന്മാരാണെന്ന് പറയേണ്ടി വരും. അതല്ലാതെ ഒരു മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇബ്ലീസിന്റെ ഇബ്ലീസുൽ ലഈനിന്റെ ദുർബോധത്തിന്റെ ആഴവും പരപ്പും വിശദീകരിച്ചുകൊണ്ട് ഒരു മഹാൻ പറഞ്ഞത്, വകുന്തും റഅം മിൻ ജുന്ദി ഇബ്ലീസ ഫർതഖ ബിയദ്ദഹ്റു ഹത്താ സാറ ഇബ്ലീസു മിൻ ജുന്ദി. ഒരു മഹാകവി പാടിയതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ട് പാടിയതാ. വകുന്തും റഅം മിൻ ജുന്ദി ഇബ്ലീസ ഫർതഖ, ഞാൻ ആദ്യമൊക്കെ ഇബ്ലീസിന്റെ ടീമിൽപ്പെട്ട ആളായിരുന്നു. ഫർതഖ ബിയദ്ദഹ്റു, പിന്നെ കാലം എന്നെ കൊണ്ട് എനിക്ക് പല പ്രൊമോഷനും നൽകി, കാലം കയറ്റം. അങ്ങനെ ഞാനിങ്ങനെ ഉഷാറായി അത്താ സാറ ഇബ്ലീസു മിൻ ജുന്ദി, ഇന്ന് ഇബ്ലീസ് എൻ്റെ ടീമാണ്. ഇതുവരെ ഞാൻ ഇബ്ലീസിൻ്റെ ടീമായിരുന്നു, ഇപ്പം ഞാൻ ഇബ്ലീസിൻ്റെ ടീമിൽപ്പെട്ടവനല്ല, ഇബ്ലീസ് എൻ്റെ ടീമിൽപ്പെട്ടവനാണ്. അത്താ സാറ ഇബ്ലീസു മിൻ ജുന്ദി.
എന്തൊരു നല്ല വാക്കാ. ഫലോ മാത ഖബ്ലി കുന്തു ഉഹ്സീനു ബഅദഹു തറായിഖ ഫിസ്കിൻ ലൈസ യുഹ്സീനുഹാ ബഅദി. അതേ, ഇബ്ലീസ് എൻ്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വിഡ്ഢിത്തം ചെയ്യേണ്ടത്, എങ്ങനെയാണ് തോന്നിയാസം ചെയ്യേണ്ടത് എന്ന് ശരിക്ക് ഇബ്ലീസിന് അറിയില്ല. അതേസമയം ഞാനാണ് ഇബ്ലീസിൻ്റെ മുമ്പ്, ഇബ്ലീസ് എൻ്റെ മുമ്പ് മരിക്കുകയാണെങ്കിൽ ഇബ്ലീസിൻ്റെ ശേഷം എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയും. ഞാൻ മരിച്ചാൽ ഇബ്ലീസിന് പിന്നെ പാഠം കിട്ടൂല എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചിട്ടാണ് മൂപ്പര് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു പ്രയോഗമാണ്, ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്. ഇതേ രൂപത്തിലുണ്ട് മനുഷ്യന്മാർ. എങ്ങനെ പിഴപ്പിച്ച് പിന്നെ ഇബ്ലീസിൻ്റെ ഗുരുനാഥന്മാരാകുന്ന ഒരവസ്ഥ ഉണ്ട്. ഇത് വരാതിരിക്കാൻ കാക്കണം. പ്രത്യേകിച്ച് മഹാന്മാരെ തൊട്ടുകളിക്കരുത്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരുടെയൊക്കെ സ്ഥാനങ്ങൾ ഇടിച്ചുകൊണ്ട് സംസാരിക്കരുത്. അതാണ് ബഹുമാനപ്പെട്ട ബീവി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും പറഞ്ഞത്. ഇത്രയും കടുപ്പം കൂട്ടി അവതരിപ്പിക്കാൻ കാരണം അതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ആ കാര്യം മറന്നു പോകരുത് എന്ന് നിങ്ങളോട് പ്രത്യേകം ഉണർത്തുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എത്ര കടുപ്പമുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഷയങ്ങൾക്ക്. എത്ര കടുപ്പത്തിലാണ് പടച്ച റബ്ബ് യഥാർത്ഥത്തിൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നിട്ട് അല്ലാഹു പറയുന്നു, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, പടച്ച റബ്ബിൻ്റെ കാരുണ്യവും അവൻ്റെ ഔദാര്യവും നിങ്ങൾക്കുമേൽ വർഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞു, ഇതൊക്കെ എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് നോക്കണം. മാ സകാ മിൻകും മിൻ അഹദിൻ അബദാ, നിങ്ങളിലൊരു കുട്ടി പോലും നന്നാകൂലായിരുന്നു, ഒരു കുട്ടിക്ക് പോലും ഉളുപ്പ് കിട്ടൂലായിരുന്നു. നിങ്ങൾ നന്നായത് എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ടാ. അത്രയും വലിയ തെറ്റാ നിങ്ങൾ ചെയ്തത്. ഇബ്ലീസിൻ്റെ കൂട്ടാളികളായി നിങ്ങൾക്ക് അല്ലാഹു തൗബ തന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നന്നാകൂലായിരുന്നു. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, പക്ഷേ അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ തൗബ കൊണ്ട് ശുദ്ധീകരിക്കും. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇനി അതാ വിശുദ്ധ ഖുർആൻ കയറി വരുന്നു ഇടക്ക. എന്താ ഖുർആൻ കയറി പറയുന്നതെന്നറിയോ? ശരിക്കും ശ്രദ്ധിച്ചോളൂ. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ അൻ യുഅ്തൂ ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹി വൽ യഅഫൂ വൽ യസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങളിൽ നിന്ന് ധാരാളം ബഹുമാനങ്ങളുള്ള വലിയ വലിയ വ്യക്തികൾ അവർ പ്രതിജ്ഞ ചെയ്യാതിരിക്കട്ടെ. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും, നിങ്ങൾ വലിയ വലിയ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാമോ? പറയരുത്. എന്താ സംഭവം എന്നറിയാം. ആദ്യം അതൊന്നാണ് പറയാം. അത് പറയാഞ്ഞാൽ സംഗതി അത് ഭംഗിയായിട്ട് തിരിയൂല. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം ഖുർആൻ വ്യക്തമായിട്ട് പുറത്തു കൊണ്ടുവന്നു. അത് പുറത്തു കൊണ്ടുവന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇത്രയും കാലം തൻ്റെ മകളെ മാനസികമായി പീഡിപ്പിച്ചവരോടൊപ്പം ഒരു ചെറിയ വിഷമം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ തീറ്റിപ്പോറ്റുന്ന തൻ്റെ ഒരു കുടുംബക്കാരനുണ്ടായിരുന്നു, മിസ്തഹ് റളിയല്ലാഹു അൻഹു. ആ മിസ്തഹ് റളിയല്ലാഹുവിനെ ഇതിൽ ഇടപെട്ടു എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ് സാധുക്കൾ മറ്റുള്ളവർ പറയുന്നത് ശരിയാണെന്നാണ് തോന്നിയിട്ട് ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നോക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞു എന്നൊന്നും നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കരുത്. മിസ്തഹ് റളിയല്ലാഹുവിന് മാത്രമല്ല, ആ മിസ്തഹ് റളിയല്ലാഹുവിന് ഇതിൽ ഇടപെടുമ്പോൾ അന്ന് ശക്തമായ നിയമം വന്നിട്ടില്ല. വ്യഭിചാരാരോപണത്തോടൊരു മുസ്ലിമിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം, അത് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്, ഇതൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ല. അതും കൂടെ കൂട്ടി വായിക്കുക. എന്നിട്ട് വാ. മിസ്തഹ് റളിയല്ലാഹു അൻഹു ഇവരുടെ കൂടെ കൂടിയിട്ട് മിസ്തഹ് റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ മറ്റു പല സാധുക്കളായ ആളുകളും ഇതിൽ കൂടിയപ്പം ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെ ചെലവ് നടത്തിയിരുന്നത് ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. തൻ്റെ മകളുടെ നിരപരാധിത്വം വ്യക്തമാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം സത്യം ചെയ്തു പ്രഖ്യാപിച്ചു, അല്ലാഹുവാണ് സത്യം, എൻ്റെ ഭാഗത്ത് നിന്ന് അരക്കാശിൻ്റെ ഉപകാരം ഇനി മിസ്തഹിന് കിട്ടൂല എന്ന് സത്യം ചെയ്തു. അത് പാടില്ല. കാരണം മിസ്തഹ് ഇതിൻ്റെ മുമ്പ് ഇതിനോട് കാണിക്കേണ്ട സമീപനം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാ.
ആ മിസ്തഹ് തൗബ ചെയ്തിട്ടുണ്ട്. ആ മിസ്തഹ് നബിയുടെ അടുത്ത് എന്നിട്ട് നബിയെ എന്നെ 50 അടിയടിച്ചോ എന്ന് പറഞ്ഞ ആളാ. ഏത് ഖദ്ഫ് പറഞ്ഞതിന് അത് ഏറ്റുവാങ്ങുന്ന ആളാ മിസ്തഹ് റളിയല്ലാഹു. മിസ്തഹ് റളിയല്ലാഹുവിനെ ഇതിന്റെ പേരിൽ കൊടുക്കുന്ന സഹായ സഹകരണങ്ങൾ തടഞ്ഞു വെക്കാൻ പാടില്ല. അപ്പൊ അല്ലാഹു തആല പറയാണ്, അത് ആരാ പറയുന്നത്? സമൂഹത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ആള്, ഈ ഉമ്മത്തിലെ ഹബീബിനെ കടിച്ചാ പിന്നെ ബഹുമാനപ്പെട്ട അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ബഹുമാനം മുഴുവനും എടുത്തു കാണിക്കുന്ന ഈ പദം വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും. നിങ്ങളിൽ ഏതെങ്കിലും ഒരു രണ്ടാംകട ആള് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ കൂട്ടത്തില് ധാരാളം ശ്രേഷ്ഠതകളുള്ളവര്, മതപരമായിട്ട് ധാരാളം മഹത്വങ്ങളുള്ളവര് ഇത്തരം തരം താണ വർത്താനം പറയരുത്. വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇവിടെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖിനൊന്ന് പരിചയപ്പെടുത്തണം. ഉലുൽ ഫദ്ൽ എന്ന് പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കാൻ അബൂബക്കർ സിദ്ദീഖിൻ്റെ മഹത്വങ്ങൾ. പക്ഷേ ഞാനിത് ഇവിടെ പറയുന്നില്ല. അവസരമുണ്ട്. വലിയ പറമ്പിൽ ഖുലഫായെ കിറാം 5 ദിവസം നാം ചർച്ച ചെയ്യുന്നു. ഖുലഫായെ കിറാം എന്ന് പറയുന്ന ആ 4 ഖലീഫമാരുടെ അവതരണം 5 ദിവസങ്ങളിലായി നാം നടത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിലൊരു പ്രധാന ഭാഗമായിരിക്കും ചർച്ചയിൽ. അവിടത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഒരു ചെറിയ മാറ്റം, ഒരു താരീഖിനോടുകൂടെയുള്ള ഒരു ചെറിയ സഞ്ചാരം ഒരു 5 ദിവസം നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഖുലഫായെ കിറാം എന്ന വിഷയം എടുത്തത്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ ആരോ എന്നോട് ചോദിച്ചു, അതും ഖുർആനിൽ തന്നെയാണോ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം ആയത്തുകൾ ഓതേണ്ടി വരും. ഖുർആനിലേക്ക് കടന്നു വരാതിരിക്കില്ല, ആ കാര്യം ഉറപ്പ് തന്നെയാണ്. ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തികളെ പഠിച്ചിട്ട് നമുക്കൊരു മാതൃക പുരുഷന്മാരെ കണ്ടെത്തിയിട്ട് നമ്മുടെ ജീവിതം നന്നാക്കാനുള്ള ഒരു ചെറിയ സംഗതിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാൻ ഇവിടെ അള്ളാഹു പറയുന്നു, ഉലുൽ ഫദ്ലി മിൻകും. നിങ്ങളിൽ ധാരാളം മഹത്വമുള്ളവർ. എന്തെല്ലാം ബഹുമാനാണ് ഈ സിദ്ദീഖുൽ അക്ബറിനുള്ളത്. കഴിഞ്ഞില്ല. വസ്സഅതി, ദുനിയാവിൽ ആശ്വാസമുള്ളവർ. ഫദ്ലുള്ളവർ പറഞ്ഞാൽ ദീനിൽ, സഅത്തുള്ളവർ പറഞ്ഞാൽ ആശ്വാസമുള്ളവർ പറഞ്ഞാൽ മാലിൽ, സമ്പത്തിൽ. അപ്പം ദുനിയാവിൽ ആശ്വാസവും ഭൗതിക ജീവിതത്തിൽ ആശ്വാസവും മതപരമായ കാര്യത്തിൽ ധാരാളം ബഹുമാനങ്ങളുമുള്ള വലിയ വലിയ മനുഷ്യന്മാര് അവരൊരിക്കലും സത്യം ചെയ്യാതിരിക്കട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയ ആളുകള്, സാധുക്കള്, ദരിദ്രന്മാര്, അവർക്കൊന്നും കൊടുക്കൂലാന്ന് ഇവർ പറയാതിരിക്കട്ടെ. ആ പ്രതിജ്ഞ ശരിയല്ല, പ്രതിജ്ഞ തിരുത്തണം. ഇവർക്ക് ഒരുപാട് മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ട മിസ്തഹ് റളിയല്ലാഹു അൻഹു ഉലിൽ ഖുർബ എന്ന് പറഞ്ഞ ബന്ധക്കാരൻ. കാരണം മിസ്തഹ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധക്കാരനായിരുന്നു, അടുത്ത ബന്ധുവായിരുന്നു. വൽ മുഹാജിരീൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയ ആളായിരുന്നു. വൽ മസാക്കീൻ, സഹായിക്കാൻ അർഹതപ്പെട്ട സാധുവാണ്. അപ്പൊ ഈ എല്ലാ സംഗതികളുള്ള, എന്നാൽ അതൊരു മിസ്തഹിന് മാത്രം ബാധകമല്ല, ഇന്ന് ഞമ്മക്കും ബാധകമാണ്. ഏത്? നമ്മൾ ഒരാളെ ശരിക്ക് നോക്കിയിട്ടുണ്ടാകും, പക്ഷെ അയാൾ ഞമ്മക്കെതിരായിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മളെ കോലാണ്ട് മാറും അല്ലേ? ആ, ഇനി എവിടെ നിൽക്ക്. അന്നേ കണ്ണ് നിർത്തിയപ്പോൾ എൻ്റെ കൊലായിൽ വന്നിട്ടാണ് ഈ കരഞ്ഞത്. അന്ന് 50,000 ഞാനാണ്ട് വലിച്ചിട്ട് വന്നപ്പോൾ ചിരിച്ചത് എടുത്തുകൊണ്ടാണ്. അപ്പം എനിക്കെതിരെ നീങ്ങാണില്ലേ? നമുക്ക് ഭയങ്കര പ്രതികാര ബുദ്ധിയായിരിക്കും. ഒരാൾ നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഭയങ്കര പ്രതികാര ബുദ്ധിയായിരിക്കും. നമ്മൾ കുറഞ്ഞു കൊടുക്കുമോ? എന്നാൽ ഇനിയിപ്പോൾ ഒരാൾ, ഒരു ഉസ്താദ് വന്നിട്ട് വയലു പറയണേ, അല്ല നിങ്ങൾ അതൊന്നും പറയരുത്, മുമ്പ് കൊടുത്തതും ചെയ്തതൊന്നും എടുത്ത് പറയരുത് അതിൻ്റെ പേരിൽ, മാത്രമല്ല ഇനി കൊടുക്കാതിരിക്കും ചെയ്യരുത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടത്. റസൂലുള്ളാഹി അങ്ങനെയാണ് പറഞ്ഞത്. വഅതി മൻ ഹറമക, നിനക്ക് തരാത്തവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. നിനക്ക് തരാത്തവർക്ക് കൊടുക്കണം. നമ്മൾ നേരെ തിരിച്ചാണ്. മുടിയൽച്ചിലിൻ്റെ ഇറച്ചി ഇങ്ങോട്ട് തന്നിട്ടുണ്ടോ നോക്കുകയാണ് ലിസ്റ്റ് ഇടുമ്പോൾ. ഇല്ലെങ്കിൽ ആ വീട്ടിലേക്കില്ല. അതാണ് നമ്മളെ കണ്ടീഷൻ. റസൂലുള്ളാഹി പറയുന്നു, വഅതി മൻ ഹറമക, നിന്റെ വീട്ടിലേക്ക് പൊതി തരാത്തവന് ഈ കൊടുക്കണം. എന്നാൽ തൻ്റെ മകളെ വിഷമിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് മാനസികമായിട്ട് ചെറിയൊരു വിഷമം തോന്നുമ്പോൾ ഇനി എനിക്ക് കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് അല്ലാഹു തിരുത്തി എന്നല്ല, ഇതിനോട് അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ പ്രതികരിച്ചു. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖിന്റെ മഹത്വവും വലുപ്പവും നമ്മൾ അറിയാം. അതേ വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അടുത്ത കുടുംബക്കാർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയവർക്കും സാധുക്കൾക്കും കൊടുക്കുന്നതിനെ തൊട്ട് ഒരാളും സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കട്ടെ, കൊടുക്കൂലാന്ന് പറയാതിരിക്കട്ടെ. മറിച്ച് നിങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. വൽ യഅഫു വൽ യസ്ഫഹു, നിങ്ങൾ മറക്കാനും പൊറുക്കാനും തയ്യാറാകണം. വൽ യഅഫു വൽ യസ്ഫഹു,
ഇവർ മറക്കാനും പൊറുക്കാനും തയ്യാറാവട്ടെ. എന്നിട്ട് പഴയതൊക്കെ മറന്ന ആ പഴയ കേസുകളൊക്കെ മറന്നിട്ട് അതിൻ്റെയും മുമ്പുള്ള സൗഹൃദത്തില് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് അള്ളാഹു പറഞ്ഞു നിർത്തിയില്ല. പൊറുക്കണം മറക്കണം എന്ന് പറഞ്ഞു നിർത്തിയില്ല. അള്ളാഹു സിദ്ദീഖുൽ അക്ബറിന്റെ ഖൽബ് പറിച്ചെടുക്കുന്ന ഒരു പ്രയോഗം നടത്തുന്നു. അതെന്താണ്? ആ ആയത്ത് സമാപിക്കുന്നത് നോക്ക, വൽയഅഫു വൽയസ്ഫഹു, ഇവർ പൊറുക്കട്ടെ മറക്കട്ടെ പഴയതൊക്കെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്നത് എന്തൊരു ഇഷ്ടമാണ്. ആ ഇഷ്ടം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് നിങ്ങളും പുറത്തു കൊടുക്കണ്ടേ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, പടച്ചോൻ പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തവർക്കും നിങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന ധ്വനിയുള്ള ഈ ചോദ്യം അങ്ങ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സദസ്സിൽ വെച്ച് ഈ ആയത്തോതിയപ്പോ പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബർ സദസ്സിലുണ്ട്. സിദ്ദീഖുൽ അക്ബർ എഴുന്നേറ്റിട്ട് പൊട്ടിക്കരഞ്ഞ് ഇലാ ഹദറത്തി റസൂലില്ലാഹി, മുത്തു നബിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറഞ്ഞു, വല്ലാഹി വല്ലാഹി നഅം വല്ലാഹി ഇന്നി ലഉഹിബ്ബു അൻ തഗ്ഫിറ ലി, അതേ പടച്ചോനെ നീ എനിക്ക് പുറത്തു തരുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഈ സദസ്സിനെ മുൻനിർത്തിയിട്ട് ഞാൻ പറയുന്ന നേരത്തെ കൊടുത്തതിലേറെ സഹായ സഹകരണങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മിസ്തഹിന് നൽകാൻ തയ്യാറാണ്. മിസ്തഹ് അറിയാതെ പറഞ്ഞു പോയതാണ്, ഞാൻ മിസ്തഹിനോട് പൊറുത്തിരിക്കുന്നു മറന്നിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാം. നമുക്ക് മാതൃകയാക്കാൻ വകുപ്പില്ലേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ? ഇതിലൊക്കെ എത്ര ഗുണപാഠങ്ങളാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ ആയത്തുകളിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ നേരെ തിരിച്ചല്ല, നമ്മളെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ പറഞ്ഞാൽ നമ്മൾ സഹിക്കൂല. പിന്നല്ലേ ഇല്ലാതെ പറഞ്ഞിട്ട് നമ്മളെ ഭാഗത്ത് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് അനുസരിച്ച് നിന്നെങ്കിലേ നമ്മളവനെ സഹായിക്കുള്ളൂ, അല്ലെങ്കിൽ സഹായിക്കൂല. എന്തേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര ഈ മൂല്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോയത്? ഇത്ര ഭംഗിയായിട്ടാണ് ഖുർആൻ ഇത് അവതരിപ്പിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ കഥയൊക്കെ കഴിഞ്ഞു എന്നിങ്ങനെ തോന്നും നിങ്ങൾക്ക്. എപ്പോഴാണ്? നാളെ തൊട്ട് ഇൻഷാ അല്ലാഹ് ചർച്ച വേറെയാണ്, ഇത് മാറുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാകും, എന്ത് ഇന്നലെ തുടങ്ങിയതാണല്ലോ ഇപ്പോൾ ഈ ചർച്ച, ഇനിയും ഈ ആയത്ത് തന്നെ ആയിരിക്കും, ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിനെ തിരുത്തിയപ്പോൾ. എന്നാൽ ഞാൻ അടുത്ത ആയത്ത് നോക്കിക്കോ. ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്തി ലുഇനൂ ഫിദ്ദുനിയാ വൽ-ആഖിറ വലഹും അദാബുൻ നദീം യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅ്മലൂൻ. അത് തന്നെയാണ്. അപ്പൊ എത്ര വട്ടമാണ് ഇടപെട്ടത്? ഏതെല്ലാം ശൈലിയിലാണ് അള്ളാഹു ഇവിടെ ഇടപെട്ടിരിക്കുന്നത്? അവിടെയാണ് ഇഫ്ക് വളരെ കടുപ്പമുള്ളതാണ്. അത് നമ്മുടെ വെടിവട്ടത്തിന് കൊഴുപ്പ് പകരേണ്ടതല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, അത് നമ്മളൊരു ഹോബിയായിട്ട് കാണേണ്ട കേസല്ല. അങ്ങനെ നിസ്സാരമായിട്ടാണ്ട് തള്ളിക്കളഞ്ഞ് എൻ്റെ കേസല്ലത്, നല്ല ഗൗരവമുണ്ട്, ഖുർആനായിട്ട് വിടുന്നില്ല. ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് വേറെ എവിടെയും പരാമർശിച്ചിട്ടില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് അതങ്ങനെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഞാൻ കേൾപ്പിക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അതും കൂടെ കേൾപ്പിച്ചാൽ പിന്നെ നമ്മുടെ ചർച്ച കണ്ണ് വിഷലിപ്തമായ അസ്ത്രമാണ്, അമ്പാണ് എന്ന ചർച്ചയിലേക്ക് കടന്നു വരും. നാളെ നടത്താൻ പോകുന്ന ചർച്ച അതാണ്. വിഷലിപ്തമായ അമ്പ് ആണ് കണ്ണ്. കണ്ണിനെ സൂക്ഷിക്കണം, ഹറാമ് കണ്ടുപോകരുത്. എല്ലാ ഹറാമും, ഒരു ഹറാമ് മാത്രമല്ല. അത് ഇൻഷാ അല്ലാഹ് നാളെ ചർച്ച ചെയ്യും. നിങ്ങളൊക്കെ നേരത്തെ എത്തണം. ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതും കൂടെ പറഞ്ഞതിന് ശേഷം കൂടുതൽ വൈകിക്കില്ല. ഇന്നലെ പറഞ്ഞതുപോലെ 9:30 സദസ്സ് പിരിയണം എന്നതാണ് കണ്ടീഷൻ. ആ രൂപത്തിൽ തന്നെ ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിയുകയും ചെയ്യാം എന്ന് ഉണർത്തുന്നു. എല്ലാവരും ആ ദുആക്ക് എല്ലാവരും നിൽക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഇനിയും കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി പറയാനുള്ളത്. ആയിഷാ ബീവി പറയാണ്, അല്ലാഹു തആല ഇതിൻ്റെ പേരിൽ എനിക്ക് അല്ലാഹു തആല 9 മഹത്വങ്ങൾ തന്നു, അത് വേറൊരു പെണ്ണിനും കൊടുത്തിട്ടില്ല. വേറൊരു പെണ്ണിനും ഇല്ലാത്ത 9 മഹത്വം എനിക്കുണ്ട്. ബീവി ആയിഷുമ്മ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് ആ മഹത്വം ഒന്ന് കേട്ടിട്ട് അവരെ തവസ്സുലാക്കിയിട്ട് നമുക്ക് ദ്വാരക്കണം ഈ സാസെന്ന്. നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവനും തീരണം. അള്ളാഹുവേ ആയിഷുമ്മയുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. അപ്പോൾ ആ ആയിഷുമ്മ പറഞ്ഞ 9 കാര്യങ്ങൾ അങ്ങനെ എണ്ണി അങ്ങ് പോകുള്ളൂ, കാരണം സമയം കിട്ടൂല. അതൊക്കെ വിശദീകരിച്ച് പറഞ്ഞ ഓരോ വലിയ ചരിത്രങ്ങളുടെ ഭാഗമാണ്. ആയിഷാ ബീവിയെ പറ്റിയുള്ള കള്ള ആരോപണം, അതേക്കുറിച്ച് അള്ളാഹ് ശക്തമായി ഇടപെട്ടതുപോലെ ഒരു തെറ്റിന്റെ കാര്യത്തിലും അള്ളാഹു ഖുർആനിൽ ഇടപെട്ടിട്ടില്ല. ഫി ശൈഇൻ മിനൽ മആസി, ഒരു തെറ്റിന്റെ കാര്യത്തിലും അള്ളാഹു ഖുർആനിൽ ഇത്ര ശക്തമായി ഇടപെട്ടിട്ടില്ല. തഗ്ലീലഹു, അള്ളാഹ് കടുപ്പം കൂട്ടിയ അത്ര.
അള്ളാഹു കടുപ്പം കൂട്ടി അത്ര വേറുള്ളിടത്തൊന്നും കടുപ്പം കൂട്ടിയിട്ടില്ല. ഫീഫ്റ്റി ആയിഷ ബീവിയുടെ വിഷയത്തിൽ അള്ളാഹു കടുപ്പം കൂട്ടി അത്ര വേറെ എവിടെയും കടുപ്പം കൂട്ടിയത് കാണുന്നില്ല. എന്നിട്ട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മളോട് പറയുകയാണ്, എനിക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 9 കാര്യങ്ങൾ എനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ലഖദ് ഉഅ്തീതു തിസ്അൻ മാ ഉഅ്തിയതുഹുന്ന ഇംറഅ. ഒരു പെണ്ണിനും കൊടുക്കാത്ത 9 മഹത്വങ്ങൾ പാവപ്പെട്ട ആയിഷക്ക് കിട്ടിയിട്ടുണ്ട്. 1, നസല ജിബ്രീലു ബിസൂറത്തി ഫീ റാഹിലതിഹി ഹീന അമറ അലൈഹിസ്സലാം അൻ യതസവ്വജനി. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ ആയിഷയെ കല്യാണം കഴിക്കണം എന്ന സന്ദേശവുമായി ജിബ്രീൽ വരുമ്പോൾ എൻ്റെ ഫോട്ടോയുമായിട്ടാണ് ജിബ്രീൽ ഇറങ്ങി വരുന്നത്. നസല ജിബ്രീലു ബിസൂറത്തി. ജിബ്രീൽ ഇങ്ങനെ ആ ഒരു ചിത്രം തന്നെ കാണിച്ചു കൊടുത്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അത് വലിയൊരു സംഭവമാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ തൊട്ടടുത്ത് നിന്ന് കുറ്റിക്കാട്ടൂർ വെച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് പ്രത്യേകം ചെയ്തു തന്നതാണ്. പിന്നെ വതസവ്വജനി ബിക്റാ വമാ തസവ്വജ ബിക്റൻ ഗൈരി. ഞാനല്ലാത്ത ഒരു പെണ്ണും അല്ലാഹുവിൻ്റെ റസൂലിൻ്റേത് കന്യകയില്ല. ഞാൻ മാത്രമാണ് കന്യകയായ പെണ്ണ്. ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന പെണ്ണ് ഞാൻ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ കെട്ടി തീർത്ത ഭാര്യമാരായിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ വിവാഹങ്ങളായിരുന്നു മറ്റുള്ളവർക്ക്. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം 1ാമത്തെ വിവാഹം അത് മുഹമ്മദുർ റസൂലുള്ളാഹിയുമായിട്ടാണ് നടന്നത്. കന്യകയായിട്ട് മറ്റൊരാളെയും കല്യാണം കഴിച്ചിട്ടില്ല, എന്നെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. 2, 3 വതൂഫിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഅസുഹു ഫീ ഹിജ്രി. അതേ, ധാരാളം ഭാര്യമാര് മുഹമ്മദുർ റസൂലുള്ളാഹിക്കുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ ഹബീബ് അവസാന ശ്വാസം വലിക്കുമ്പോൾ ഈ പാവപ്പെട്ട ആയിഷമ്മയുടെ മടിയിലാണ് ആ പുന്നാര തലയുണ്ടായിരുന്നത്. എൻ്റെ മടിയിൽ തലവെച്ച് മരിക്കാൻ എൻ്റെ ഹബീബിന് കഴിഞ്ഞു. അത് മറ്റൊരാൾക്കും കഴിയാത്ത ഭാഗ്യമാണ്. വതൂഫിയ അലൈഹിസ്സലാം വറഅസുഹു ഫീ ഹിജ്രി. എൻ്റെ മടിത്തട്ടിൽ തലവെച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. കഴിഞ്ഞില്ല. വഖുബിറ ഫീ ബൈത്തി. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറടക്കപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയുറങ്ങുന്നത് ഫീ ബൈത്തി, എൻ്റെ വീട്ടിലാണ്. ഹുജ്റത്തു ശരീഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന ഖബർ ഷരീഫ് ഹുജ്റത്തു ശരീഫയിലാണ്. ആ ഹുജ്റത്തു ശരീഫ ബഹുമാനപ്പെട്ട ബീവി ആയിഷയുടെ വീടായിരുന്നു. ആയിഷാക്ക് വേണ്ടി മുഹമ്മദുർ റസൂലുള്ളാഹി നിർമ്മിച്ചു കൊടുത്ത വീട് സ്വന്തം വീട്ടിലാണ്, അതും ആയിഷുമ്മയുടെ വീട്ടിലാണ്. ആയിഷ ബീവി പറയുന്നു, അല്ലാഹു എനിക്ക് നൽകിയ വലിയ ഒരു മഹത്വം തന്നെ. ഇനി വയൻസിലു അലൈഹിൽ വഹ്യു വഅന ഫീ ലിഹാഫിഹി. ഞാൻ റസൂലുള്ളാഹിയുടെ പുതപ്പിൽ കിടക്കുന്ന സമയത്ത് പോലും വഹ്യ് വന്നിട്ടുണ്ട്. അല്ലാഹു എന്നെ പരിഗണിച്ചതാ. വയൻസിലു അലൈഹിൽ വഹ്യു വഅന ഫീ ലിഹാഫിഹി. നബി തങ്ങളുടെ വിരിപ്പിൽ പുതപ്പിൽ ഞാൻ ചുരുണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് യാ റസൂലുള്ളാഹിക്ക് വഹ്യ് വരുന്നു. വഅന ഇബ്നതു ഖലീഫതിഹി വസ്വദീഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1ാമത്തെ ഖലീഫ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ആ സിദ്ദീഖിനെ മാറ്റി നിർത്തിയിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരാ മറ്റൊരു കൂട്ടുകാരനില്ലായിരുന്നു. ആ സിദ്ദീഖിന് വേണ്ടി അവിടുന്ന് എല്ലാം സഹിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരാ, വളരെ വലിയ സംഗതിയാണ്. പറയും, വേറൊരാളുടെ വീട്ടിലേക്ക് ചോദിക്കുമ്പോൾ കടക്കുമ്പോൾ സമ്മതം ചോദിക്കണം, സലാം പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹുജ്റത്തു ശരീഫയിലേക്ക് സിദ്ദീഖ് റളിയല്ലാഹുവിന് വഫാത്തിന് ശേഷം കയറി ചെല്ലുമ്പോൾ സമ്മതം ചോദിക്കുന്നു. ഇമാം റാസി പറയുന്നു, ഞാൻ പറഞ്ഞുതരാം. സിദ്ദീഖ് റളിയല്ലാഹുവിന് വഫാത്തായതിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഖബറടക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിനോട് സമ്മതം വാങ്ങിയിട്ട് എന്നെ ഖബറടക്കാവൂ എന്ന് പറയുന്നു. ഇമാം റാസിയ പറയുന്നത് നമുക്ക് പറയാം. അപ്പം മരിച്ച നബിയോട് പറയാൻ പറ്റുമോ, നബി കേൾക്കോ, നബി മറുപടി പറയുമോ എന്നൊക്കെ ഉള്ളതൊന്ന് കേൾക്കാം. റാസിയുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാം. അന്ന് ഇൻഷാ അല്ലാഹ് അത് പറയും. ആ ആയത്ത് വരുന്നുണ്ടല്ലോ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും
ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് പറയാം അള്ളാഹുവിൻ്റെ റസൂലിനെ ഇവരെങ്ങനെയാ കണ്ടത് എന്നതൊക്കെ പറയുമ്പോൾ തിരുനബിയും വിശ്വാസികളും എന്ന ഒരു ഭാഗം തന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ അതെ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ആ കൂട്ടുകാരൻ്റെ തെളിഞ്ഞ ആത്മമിത്രത്തിൻ്റെ മോളാണ് കേട്ടോ ഞാൻ. ഇനി ഇത്രയും പറഞ്ഞു. ഇനിയൊരു 3 കാര്യം. ഇപ്പോൾ 6 കാര്യങ്ങളായത്. ഇനിയൊരു 3 കാര്യം. വനസല ഉദുരി മിനസ്സമാ. വനസല ഉദുരി മിനസ്സമാ. ഞാനൊരു കേസിൽ കുടുങ്ങിയപ്പോൾ അതിൻ്റെ വിധി ആകാശത്തുനിന്ന് നേരിട്ടിട്ട് വന്നു. അത് ഇതാ ഇഫ്കിൻ്റെ സംഭവം. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ആരോപണം എൻ്റെ മേൽ ഉന്നയിച്ചപ്പോൾ അള്ളാഹു നേരിട്ട് അതിന് തീരുമാനം എടുത്തു. യഥാർത്ഥ കോടതിയിൽ നിന്ന് തീരുമാനങ്ങൾ വന്നു. വനസല ഉദുരി, ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് എൻ്റെ നിരപരാധിത്വമായിട്ട് ആകാശത്തുനിന്ന് വഹിയിറങ്ങി. വഖുലിഖ്തു ത്വയ്യിബതൻ ഇൻദ ത്വയ്യിബ, ഒരു വിശുദ്ധൻ്റെ അടുത്ത് വിശുദ്ധയായിട്ട് എന്നെ അള്ളാഹു പടച്ചു വെച്ചു. വത്വയ്യിബാതു ലിത്വയ്യിബീൻ ആയത്ത് വരുന്നുണ്ട്, നാളെ പരാമർശിക്കാൻ കഴിയൂ. ഖുലിഖ്തു ത്വയ്യിബതൻ ഇൻദ ത്വയ്യിബ്, ത്വയ്യിബായ നബിതങ്ങളുടെ ത്വയ്യിബത്തായ ഭാര്യയായിട്ട് അള്ളാഹു എന്നെ പടച്ചു. ഖുലിഖ്തു ത്വയ്യിബതൻ ഇൻദ ത്വയ്യിബ, വിശുദ്ധനായ ഒരാളുടെ, ഒരു ഭർത്താവിൻ്റെ വിശുദ്ധയായ ഭാര്യയായിട്ട് അള്ളാഹു എന്നെ പടച്ചു. വഉഇത്തു മഗ്ഫിറതൻ വരിസ്ഖൻ കരീമ, അള്ളാഹു എനിക്ക് മഗ്ഫിറത്തും റിസ്ഖും കരീമും മാന്യമായ വിഭവവും അള്ളാഹു എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, എനിക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. വഉഇത്തു, അള്ളാഹു എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അത് പുലരും. അതൊക്കെ ഈ വിഷയത്തിൽ വരുന്ന ചില ഭാഗങ്ങളാണ്. അവർക്ക് ഞാൻ മഗ്ഫിറത്തും റിസ്ഖും കരീമും കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദത്തം ഏൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഇഫ്കിൻ്റെ സംഭവത്തിൽ തന്നെ, ഹദീസുൽ ഇഫ്കിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നാളെ ജസ്റ്റ് അതൊന്ന് പറയാനേ ഉണ്ടാവുള്ളൂ.